നമസ്തേ. വീണ്ടും ഒരു വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് കൊലവർഷം 1200 ആണ്ട്, മിഥുനം 29 തിരുവോണം, 2025 ജൂലൈ 13 ഞായർ. രാഹുകാലം ഇന്ന് 4:30 PM to 6:30 6 PM. സമഗ്രമായ വാർത്തകൾ തന്നെയാണ് ഇന്നും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. ആദ്യം പ്രധാന തലക്കെട്ടുകളിലേക്ക്. ഗുരുപൂജയ്ക്കെതിരായ അവഹേളനം ഇടതുപക്ഷത്തിന്റെ ഹിന്ദു വിരുദ്ധ മനോഭാവമെന്ന ആരോപണം. തീവ്ര ഇസ്ലാമിക സംഘടനകളെ പ്രീണിപ്പിക്കാനാണ് ഇതെന്ന് വിമർശനം. ഭാരത പൈതൃകത്തോടുള്ള വെല്ലുവിളിയെന്ന ഹിന്ദു ഐക്യവേദി. നിപ ആശങ്കയിൽ സംസ്ഥാനം. മരിച്ച പാലക്കാട് കുമാരംപുത്തൂർ സ്വദേശിക്ക് രോഗബാധ. പ്രാഥമിക പരിശോധനയിൽ ഫലം പോസിറ്റീവ്. കല്ലമ്പലത്തെ ലഹരിക്കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രതി സഞ്ജു ഡിവൈഎഫ്ഐയുടെ സജീവ പ്രവർത്തകൻ. ലഹരി ഇടപാടുകളിൽ സിനിമാ ബന്ധമെന്നും സൂചന. ഡാർക്ക് നെറ്റ് ലഹരിക്കേസ് അന്വേഷണം വിദേശ മലയാളികളിലേക്കും. സംസ്ഥാനത്ത് മഴ കനക്കും. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും കടലാക്രമണത്തിനും സാധ്യത. മത്സ്യബന്ധനത്തിന് വിലക്ക്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി BJP. പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കും. വാർഡുതല സമിതികൾ ശക്തിപ്പെടുത്താനും തീരുമാനം. ഭക്തിസാന്ദ്രം സന്നിധാനം. നവഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങ് ഇന്ന്. ചടങ്ങുകൾ ക്ഷേത്രതന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ. പമ്പയുടെ ഓളപ്പരപ്പിന് ഇനി വള്ളപ്പാട്ടിന്റെ താളം. ആറന്മുള വള്ളസദ്യക്ക് ഇന്ന് തുടക്കം. പങ്കെടുക്കുക 52 കരകളിലെ പള്ളിയോടങ്ങൾ. വിംബിൾഡൺ വനിതാ കിരീടം ഇഗ ഷോട്ടക്കിന്. ഫൈനലിൽ അമാൻഡ അനിസിമോവയെ തകർത്തു. പുരുഷ ഫൈനലിൽ അൽക്കാരസ് സിന്നർ പോരാട്ടം ഇന്ന്. വിശദമായ വാർത്തകളിലേക്ക്. അധ്യാപകർക്ക് പാദപൂജ ചെയ്യുന്നതിനെ അവഹേളിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ഹൈന്ദവ വിരുദ്ധ മനോഭാവമെന്ന ആരോപണം. അധ്യാപകർക്ക് ശവമഞ്ചവും വിദ്യാർത്ഥികൾക്കിടയിൽ അരാജകത്വവും വളർത്തുന്ന SFI മാതൃക പിന്തുടരണമോ എന്നതുമാണ് ഉയരുന്ന ചോദ്യം. ഹൈന്ദവ പാരമ്പര്യത്തിലൂന്നിയ ഗുരുസങ്കല്പത്തെ ഇകഴ്ത്തുന്നത് തീവ്ര ഇസ്ലാമിക സംഘടനകളെ പ്രീണിപ്പിക്കാനെന്നും വിമർശനമുണ്ട്. ഭാരതീയമായ സാംസ്കാരിക ബിംബങ്ങളെയൊക്കെ വിവാദമുണ്ടാക്കി തകർക്കുക എന്നുള്ള ഒരു പ്രവൃത്തിയാണ് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 ആഴ്ച മുമ്പ് വായന ദിനാചരണവുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഭാരതാംബയെയാണ് അദ്ദേഹം അപമാനിച്ചത്. സാരി ഉടുത്ത ഏതോ ഒരു സ്ത്രീ കൊടി പിടിച്ചു നിൽക്കുന്നു എന്നാണ് ഭാരതമാതാവിനെ അദ്ദേഹം അന്ന് വിശേഷിപ്പിച്ചത്. യുഗാദി കാലം മുതൽ തന്നെ ഭാരതമാതാവ് എന്നുള്ള സങ്കല്പം, ഭൂമിദേവിയെ അമ്മയായി കാണുന്ന സങ്കല്പം നമുക്കുണ്ടായിരുന്നു. അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഭാരതാംബയെ അപമാനിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അന്ന് തയ്യാറായത്. ഇപ്പോൾ അദ്ദേഹം യുഗാദി കാലം മുതൽ തന്നെ ആരംഭിച്ചു വരുന്ന ഗുരു സങ്കല്പത്തെ തന്നെ തച്ചു തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേർന്നുണ്ട്. ടിൻഡു, എന്തായാലും CPMന്റെ ദേശവിരുദ്ധ മനോഭാവം, നിലപാടുകൾ അത് വിദ്യാർത്ഥി സംഘടനകളിലൂടെ വിദ്യാർത്ഥികളിലേക്ക് കൂടി കുത്തിവെക്കാനല്ലേ ഇപ്പോൾ ശ്രമിക്കുന്നത്? വെരി ഗുഡ് മോർണിംഗ് വിഷ്ണു. അത് തന്നെയാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉയർന്ന വിമർശനങ്ങൾ അത് തന്നെയാണ്. അധ്യാപകർക്ക് ശവമഞ്ചവും വിദ്യാർത്ഥികൾക്കിടയിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന ഒരു യുവജന സംഘടന ഇപ്പോൾ ഏറ്റവും പൗരപ്രധാനികമായിട്ടുള്ള അല്ലെങ്കിൽ യുഗാന്തരങ്ങളായിട്ട് നടത്തുന്ന മഹത്തായ ഒരു കർമ്മത്തിനെതിരെ അവർ പ്രചരണം തുടങ്ങിയിരിക്കുകയാണ്.
വലിയ രീതിയിലുള്ള ഇവർക്കെതിരെയുള്ള ആക്ഷേപങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഗുരുപൂർണിമയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗുരുപൂജയുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും SFIയും നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളിലും അതോടൊപ്പം തന്നെ ഈ അരാജകത്വ വാദങ്ങളിലുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. വേദവ്യാസ മഹർഷിയുടെ ഓർമ്മയുമായി ബന്ധപ്പെട്ട് ഈ ഗുരുവിൻ്റെ കാരുണ്യവും ഗുരുജ്ഞാനവും കിട്ടാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികളിൽ നടക്കുന്ന അല്ലെങ്കിൽ ഗുരുപൂജ, ആ ഗുരുപൂജയെ വളരെ വികൃതമായിട്ടുള്ള വളരെ പ്രാകൃതമായിട്ടുള്ള ആചാരമാക്കി സൃഷ്ടിച്ചുകൊണ്ട് അത് തെറ്റായ ഒരു സന്ദേശം നൽകുന്ന ആചാരമാണ് സൃഷ്ടിച്ചുകൊണ്ട് അതിനെതിരെ പ്രചരണങ്ങൾ നടത്തുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി SFI വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇത്തരം മൂല്യങ്ങളെ എതിർക്കുന്ന നിലപാട് വിദ്യാഭ്യാസ അല്ലെങ്കിൽ സർക്കാരിൻ്റെയും CPMൻ്റെയും അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെയും SFIയുടെയൊക്കെ ഭാഗത്ത് നിന്ന് ആദ്യമായിട്ടല്ല ഉണ്ടാകുന്നത്. നമുക്കറിയാം കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് സംസ്ഥാനത്ത് നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ, സംസ്ഥാനത്ത് നടക്കുന്ന അക്രമങ്ങൾ, SFI നടത്തുന്ന അക്രമങ്ങളൊക്കെ എന്തിൻ്റെ പേരിലാണെന്ന് വ്യക്തമായിട്ട് നമുക്കറിയാവുന്നതാണ്. നമുക്ക് ഈ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിൽ നടത്തിയ ഒരു പരിപാടി, ആ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം ഉൾപ്പെടുത്തിയതിന് വിദ്യാഭ്യാസ മന്ത്രി ഗവർണറോടുള്ള അനാദരവ് കാട്ടിക്കൊണ്ട് പ്രോട്ടോക്കോളുകൾ ലംഘിച്ചുകൊണ്ട് വലിയ രീതിയിൽ വന്ന് ഹീറോയിസം കാണിച്ച് മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഇത്തരത്തിൽ SFIയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ DYFIയുടെ നേതൃത്വത്തിൽ ഇടത് സംഘടനകളുടെ നേതൃത്വത്തിൽ ഇത്രയും വലിയ രീതിയിലുള്ള അക്രമ സ്വഭാവങ്ങളുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായിത്തീർന്നത്. അപ്പോൾ എല്ലാ കാലത്തും ഈ ഏറ്റവും അല്ലെങ്കിൽ എല്ലാ കാലത്തും ഈ പൗരാണികമായിട്ടുള്ള ആചാരങ്ങളെ അല്ലെങ്കിൽ ഈ പൗരാണികമായിട്ടുള്ള മൂല്യങ്ങളെ തകർക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് SFIയുടെയും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഇടത് സംഘടനകളുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പ്രതികരണമെന്ന് പറയുന്നത്. അതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള എതിർപ്പാണ് ഇതിനോടകം വന്നിട്ടുള്ളത്. എന്ത് മൂല്യങ്ങളാണ് ഈ സംഘടനകൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ പ്രതികരണങ്ങൾ നടത്തുന്ന അക്രമങ്ങൾ നടത്തുന്ന ഈ സംഘടനയ്ക്ക് എന്ത് മൂല്യങ്ങളാണ് സമൂഹത്തോട് പങ്കുവയ്ക്കാനുള്ളത്? നമുക്കറിയാം വിക്ടോറിയ കോളേജിൽ പ്രിൻസിപ്പാളിനെ മർദ്ദിച്ചതും അതോടൊപ്പം തന്നെ മഹാരാജാസ് കോളേജിലെ വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പളിന് ശവമഞ്ചം ഒരുക്കിയതും മഹാരാജാസ് കോളേജിൽ കസേര കത്തിച്ചതും ഒക്കെ ആയിട്ടുള്ള ചരിത്രങ്ങൾ SFIയുടെ ഭാഗത്തു നിന്നുള്ളത് ഗുരുക്കളെയും ഗുരുസ്ഥാനത്തിരിക്കുന്നവരെയും അതോടൊപ്പം തന്നെ അധ്യാപകരെയും നിന്ദിക്കുകയും അവർക്ക് എല്ലാ കാലവും ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സംഘടന കൂടിയാണ് SFI എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം കേരള സർവകലാശാല നിലവിൽ കേരള സർവകലാശാലയുടെ താൽക്കാലിക VC ആയി തുടരുകയും ടെക്നിക്കൽ സർവകലാശാലയിൽ ഉൾപ്പെടെ VC ആയിരുന്ന സിസ തോമസിനോട് കാണിച്ച അതിക്രമങ്ങൾ, സിസ തോമസിന് എങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന സമയത്ത് ഈ സംഘടനകൾ നൽകിയ സ്വീകരണം എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. വൈസ് ചാൻസലറെ തെമ്മാടി എന്ന് വിളിക്കുന്ന യുവജന സംഘടനയാണ് SFI. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തുകയും ഇത്തരത്തിലുള്ള മോശം പരാമർശങ്ങൾ നടത്തുകയും എല്ലാ കാലത്തും ഈ ഭാരതത്തിൻ്റെ അഖണ്ഡതയെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളും പ്രവർത്തനങ്ങളും ചെയ്യുകയും ആചാരങ്ങളെയും മൂല്യങ്ങളെയും ഒക്കെ ഇല്ലാതാക്കുകയും തച്ചുടക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഈ പ്രവണതകളിൽ വലിയ രീതിയിലുള്ള എതിർപ്പ് സമൂഹ മാധ്യമങ്ങൾ ഉയർന്നിട്ടുണ്ട്. നമുക്കറിയാം ഏറ്റവും പുതുതായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ വയനാട് പൂക്കോട് വെറ്റനറി സർവകലാശാലയിൽ അതിക്രൂരമായിട്ട് മർദ്ദനങ്ങൾക്കും മാനസിക പീഡനങ്ങൾക്കും വിധേയപ്പെട്ട് അല്ലെങ്കിൽ മരണപ്പെട്ട സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയുടെ കാര്യം, ആ വിദ്യാർത്ഥിയോട് ഈ വിദ്യാർത്ഥി സംഘടനകൾ ഈ SFI എന്ന സംഘടനയിലുള്ളവർ ഒരു സഹപാഠി എന്ന് പോലും ഒരു സഹജീവി എന്നും പോലും കാണാതെ അവർക്കെതിരെ കാണിച്ച ക്രൂരതകൾ, ഈ ക്രൂരതകളൊക്കെ കാണിച്ച ഒരു സംഘടനയാണ് ഇപ്പോൾ നിലവിൽ ഇത്തരത്തിൽ ഗുരുക്കളെ പൂജിക്കുന്ന ഒരു ചടങ്ങിൽ അല്ലെങ്കിൽ ഗുരുക്കളെ പൂജിക്കുന്ന ഒരു സംവിധാനത്തോട് എതിർപ്പറിയിച്ചത്. പരസ്പരം സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യപ്പെടേണ്ട കാലത്ത് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കാണിക്കുകയും അത് ഒരു വശത്തു കൂടി ആ അതിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും മറുവശത്ത് ഇത്തരത്തിലുള്ള മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നവരെ, സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നവരെ മോശക്കാരാക്കുകയും ചിത്രീകരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കാണുന്നത്. ഭാരതാംബയുടെ ചിത്രം സാരി ഉടുത്ത ഏതോ ഒരു സ്ത്രീ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ അഭിസംബോധന ചെയ്യുന്നത്. ആ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഭാഗമാവുന്നൊരു സംഘടനയ്ക്ക് ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് പ്രതികരിക്കാൻ കഴിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലെ കമൻറ്റുകളൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ സംഘടനയോടും സർക്കാരിനോടും ഇടതുപക്ഷത്തോടും ഒക്കെ ഇത്തരത്തിൽ മൂല്യങ്ങൾ തച്ചുടയ്ക്കുന്നതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഉയർന്നു വരുന്നത്. വിഷ്ണു.
ശരി, ടിൻഡു ദാസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. ഭാരതത്തിന്റെ മഹത്തായ പൈതൃകത്തോടും സംസ്കാരത്തോടുമുള്ള വലിയ വെല്ലുവിളിയാണ് ഗുരുപൂജയെ വിവാദമാക്കുന്നതിലൂടെ SFI DYFI പ്രവർത്തകർ നടത്തുന്നത് എന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു. ഇത് അംഗീകരിച്ചു കൊടുക്കാനാകില്ല. അടുത്ത വർഷം ഇതിലും ഭംഗിയായി ഗുരുപൂജ നടത്തും. തടയാൻ പറ്റുന്നവർ തടയട്ടെ എന്നും RV ബാബു ജനം TVയോട് പ്രതികരിച്ചു. പ്രിൻസിപ്പാളിന്റെ ശവകുടീരം തീർക്കാൻ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതാണോ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ആഗ്രഹിക്കുന്നത്? SFI എന്ത് സംസ്കാരമാണ് വിദ്യാർത്ഥികൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്? DYFI എന്ത് സംസ്കാരമാണ് നമ്മുടെ യുവാക്കളിൽ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നത്? സ്വന്തം അധ്യാപകന്റെ കുഴിമാടൻ തീർക്കാൻ പഠിപ്പിക്കലാണോ? സ്വന്തം അധ്യാപകന്റെ കസേര പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ പഠിപ്പിക്കലാണോ? അധ്യാപകന്റെ കൈവെട്ടാൻ ശ്രമിക്കുന്നവരെ ന്യായീകരിക്കലാണോ? ഈ ഒരു സംസ്കാരമാണോ കേരളത്തിൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഈ സംഘടനകൾ ഉദ്ദേശിക്കുന്നത്? സ്കൂളുകളിൽ നടക്കുന്ന ഗുരുപൂജ ചടങ്ങുകളെ വിവാദമാക്കിയവർക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു ഉന്നയിക്കുന്നത്. വിവാദങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാക്കി ഈ ചടങ്ങ് അവസാനിപ്പിക്കാമെന്ന് ആരും നോക്കേണ്ട. അടുത്ത വർഷം ഇതിലും ഭംഗിയായി ഈ ചടങ്ങുകൾ നടക്കുമെന്നും RV ബാബു വ്യക്തമാക്കി. അതുകൊണ്ട് ഈ ചടങ്ങ് വളരെ ഉത്സാഹത്തോടെയും അത്യധികം ഭംഗിയോടെയും വരും വർഷങ്ങളിലും നടക്കും. അത് ആര് വിചാരിച്ചാലും തടയാൻ സാധ്യമല്ല. CPM-ന് ഈ ഭാരതീയ സംസ്കാരത്തോടും അതേപോലെ പൈതൃകത്തോടും എതിർപ്പുണ്ടെങ്കിൽ അതങ്ങ് 4 മടക്കി പാർട്ടി ഓഫീസിൽ വെച്ചാൽ മതി. ഇത് കേരളമാണ്. കേരളത്തിൽ ഇത് നടക്കില്ല. ഭാരതത്തിനോടും ഭാരതീയ സംസ്കാരത്തോടുമുള്ള ഈ എതിർപ്പ് അത് ഈ കേരളത്തിന്റെ മണ്ണിൽ നടക്കില്ല. ഇത് പരശുരാമ കേരളമാണ്, ഭാർഗവ കേരളമാണ്, ഇത് ശങ്കരൻ ജനിച്ച നാടാണ്, ഇത് ശ്രീനാരായണ ഗുരുദേവന്റെ നാടാണ്. ഈ കേരളത്തിൽ CPM-ന്റെ ഈ തിട്ടൂരം ഒന്നും കൊണ്ട് ആരെങ്കിലും ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താമെന്ന് ധരിച്ചാൽ അത് വിലപ്പോവില്ല. ഭാരതീയ പൈതൃകത്തോടും സംസ്കാരത്തോടുമുള്ള വെല്ലുവിളിയാണിത്. അതിനെ എന്തു വില കൊടുത്തും ചെറുക്കുമെന്നും RV ബാബു അറിയിച്ചു. അപ്പൊ ഇത് ആസൂത്രിതമാണ്. ഇത് ഭാരതീയ സംസ്കാരത്തോടും ഭാരതീയ പൈതൃകത്തോടുമുള്ള CPM നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധമാണ്. ഇത് വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഹിന്ദു ഐക്യവേദി ഏറ്റെടുക്കുകയാണ്. ഞങ്ങൾ ധൈര്യമായിട്ട് പറയുന്നു, ഇനിയും വരും വർഷങ്ങളിൽ ഗുരുപൂജ മഹോത്സവം നടക്കും, ഗുരുപൂജ പരിപാടികൾ നടക്കും. ധൈര്യമുണ്ടെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തടയട്ടെ. ജനം, കൊച്ചി. കേരളത്തിൽ അടുത്തിടെയായി കണ്ടുവരുന്ന ഒരു കലാരൂപമാണ് ദേശീയതയെയും രാജ്യത്തിൻ്റെ പാരമ്പര്യത്തെയും അപമാനിക്കുക, തള്ളിപ്പറയുക എന്നുള്ളത്. ഇടത് ഇസ്ലാമിസ്റ്റിക് ഇക്കോസിസ്റ്റവും ഒരു വിഭാഗം മാധ്യമങ്ങളുമാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. എന്താണ് ഈ വിഭാഗത്തെ വിരളി പിടിപ്പിക്കുന്നത് എന്ന് പരിശോധിക്കാം. ഭാരതാംബയായിരുന്നു കുറച്ചധികം നാളുകളായി ഇക്കൂട്ടരുടെ ഉറക്കം കെടുത്തിയിരുന്ന പ്രധാനപ്പെട്ട വിഷയം. പതിറ്റാണ്ടുകളായി ഭാരതമാതാ ചിത്രവും പൂജയും ഈ നാട്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്നു എന്നുള്ളത് മറന്നുകൊണ്ടായിരുന്നു ഈ വിവാദം തുടങ്ങിയത്. ചാനൽ മുറിയിലെ കോട്ടിട്ട ജഡ്ജിമാരും ചെമ്പട്ടിൽ പൊതിഞ്ഞ് പച്ചപ്പാഷാണം വിൽക്കുന്നവരും പരമാവധി ശ്രമിച്ചെങ്കിലും ശക്തമായ പ്രതിരോധത്തിന് മുന്നിൽ പക്ഷേ അവർക്ക് മുട്ടുമടക്കേണ്ടി വന്നു. അതൊന്ന് അടങ്ങിയപ്പോൾ ഇതാ വരുന്നു ഗുരുപൂജ വിവാദം. കേരളത്തിലും രാജ്യത്താകമാനവും ഇതാദ്യമായല്ല ഗുരുപൂജ ഉത്സവം സംഘടിപ്പിക്കുന്നത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ പെട്ടെന്നൊരു ദിവസം ഈ വിവാദം കുത്തിപ്പൊക്കിയത്? അതിന് ഒറ്റ ഉത്തരമേയുള്ളൂ. അതായത് ഈ നാടിൻ്റെ തനതായ സാംസ്കാരിക പാരമ്പര്യം തച്ചു തകർക്കുക എന്നതാണ്. വിദ്യാഭാരതി, വിദ്യാനികേതൻ എന്നീ സംഘടനകളുടെ 13,000-ലധികം സ്കൂളുകളിലും 1,00,000-ലധികം ഏകൽ വിദ്യാലയങ്ങളിലും ഗുരുക്കന്മാരുടെ പാദപൂജ ചെയ്യാറുണ്ട്. ഗുരുപൂർണിമ ദിനത്തിൽ വിദ്യാലയങ്ങൾ കൂടാതെ മറ്റ് പലയിടങ്ങളിലും ഇത്തരത്തിൽ പാദപൂജയും ഗുരുപൂജയും നടക്കാറുമുണ്ട്. പ്രധാനമന്ത്രിയും അതോടൊപ്പം വിവിധ മുഖ്യമന്ത്രിമാരും ഇത്തരത്തിൽ ഗുരുപൂജ, പാദപൂജ ചടങ്ങുകൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുമുണ്ട്. അത് ഈ നാടിൻ്റെ സംസ്കാരത്തെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്. മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പാളിന്റെ കസേര നടുത്തെരുവിലിട്ട് കത്തിച്ച SFIയുടെ അതേ പാത പിന്തുടരണം എന്നാണോ ഇവിടുത്തെ വിദ്യാർത്ഥികളോട് ഇടത് ഇസ്ലാമിസ്റ്റ് ഇക്കോസിസ്റ്റവും ഒപ്പം ഒരു വിഭാഗം മാധ്യമങ്ങളും ആവശ്യപ്പെടുന്നത്?
വിക്ടോറിയ കോളേജിലെ പിന്നാക്ക വിഭാഗക്കാരിയായ അധ്യാപികയ്ക്ക് വിരമിച്ച നാളിൽ കുഴിമാടമൊരുക്കിയ അതേ സംസ്കാരം നമ്മുടെ വിദ്യാർത്ഥികൾ പിന്തുടരണം എന്നാണോ നിങ്ങൾ കൽപ്പിക്കുന്നത്? ഒരു അധ്യാപകന്റെ ദേഹത്തേക്ക് കരിയോയിൽ ഒഴിച്ച പിഴച്ച സംസ്കാരം പിന്തുടരണം എന്നാണോ നിങ്ങൾ വിദ്യാർത്ഥികളെ ഉത്ബോധിപ്പിക്കുന്നത്? ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് ബാലികേറ മലയായിരുന്ന കേരളം ഇന്ന് മാറ്റത്തിന്റെ പാതയിലാണ്. ജാതി, മത, വർഗ, വർണ്ണഭേദമന്യേ ധാരാളം ആളുകൾ ദേശീയതയിലേക്ക് ഇന്ന് ഒഴുകുന്നുണ്ട്. വരുന്ന നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഇതിൻ്റെ മാറ്റം കാണാനാകും എന്നുള്ളത് ഇവിടുത്തെ ഇടത് ഇസ്ലാമിസ്റ്റ് ഇക്കോസിസ്റ്റത്തിനും ഒരു വിഭാഗം മാധ്യമങ്ങൾക്കും അറിയാം. പെരുവെള്ളപ്പാച്ചിലിനെ മുറം കൊണ്ട് തടുക്കാനുള്ള വൃഥാശ്രമമാണ് നടക്കുന്നത്. ക്യാമറാമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി. പുതുതലമുറയ്ക്ക് മൂല്യബോധങ്ങൾ പകരുന്നതാണ് ഗുരുപൂജ എന്ന ഹിന്ദു ഐക്യവേദി രക്ഷാധികാരി കെ പി ശശികല ടീച്ചർ. കേരളത്തിലെ സാംസ്കാരിക ബോധത്തിന് ഭ്രാന്ത് പിടിച്ച പ്രതികരണങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആഷാഢ പൗർണമിയോടനുബന്ധിച്ച് ഗുരുപൂജ നടത്തിയത് അപരാധമായാണ് ചില സംഘടനകൾ പ്രചരിപ്പിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയടക്കം ഇതിനെതിരെ പറയുന്നു. മതാചാരത്തിന്റെ പേരിൽ 2 വയസ്സുള്ള കുട്ടി മൃഗീയമായി കൊല്ലപ്പെട്ടത് ഈ സംഘടനകൾ അറിഞ്ഞിട്ടില്ലെന്നും ശശികല ടീച്ചർ വിമർശിച്ചു. കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക ബോധത്തിന് ഭ്രാന്ത് പിടിച്ചോ എന്ന് തോന്നുന്ന വിധത്തിലുള്ള ചില പ്രതികരണങ്ങളാണ് ഇന്നലെ മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആഷാഢ പൗർണമിയോടനുബന്ധിച്ച് കേരളത്തിലെ പല വിദ്യാലയങ്ങളിലും ഗുരുപൂജ നടത്തി എന്നത് എന്തോ ഒരു മഹാപരാധമായി ഇവിടുത്തെ ചില സംഘടനകൾ, ഭരണത്തിലുള്ളവർ വരെ അതിനെപ്പറ്റി അത്തരത്തിൽ പരാമർശിക്കുന്നു. ഇപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസ മന്ത്രി വരെ അതിനെതിരെ പറഞ്ഞിട്ടുണ്ട്. നേടിയ മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തുന്ന വിധത്തിലായി എന്ന തോതിലുള്ള ഒരു പ്രതികരണമൊക്കെ. സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഇവരെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഇപ്പോൾ അധിക ദിവസമായില്ല മത ആചാരത്തിൻ്റെ പേരിൽ 2 മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടി മൃഗീയമായി കൊല ചെയ്യപ്പെട്ടിട്ട്. അങ്ങനെ ഒരു സംഭവം നടന്നത് ഈ സംഘടനകളൊന്നും അറിഞ്ഞില്ല. അത് മതത്തിൻ്റെ പേരിലാണ് നടന്നത്. അതിനെപ്പറ്റി അല്പം പോലും പ്രതികരിക്കാത്തവരാണ് ഇത് തലമുറകളെ വിളക്കി ചേർക്കുന്ന. അതിലുപരിയായി ഇന്ന് നമുക്കറിയാം മാർഗഭ്രംശം വന്നു പോകുന്ന നമ്മുടെ പുതുതലമുറയെ അവർക്ക് ചില മൂല്യബോധമൊക്കെ ഉണ്ടാകാൻ നമുക്കത് ഉപദേശങ്ങളിൽ കൂടെ സാധിക്കില്ല. ഉപദേശം എന്ന് പറഞ്ഞാൽ പറയുന്ന ആൾ ഇഷ്ടപ്പെടുകയും കേൾക്കുന്ന ആൾ വെറുക്കുകയും ചെയ്യുന്ന സാധനമാണ്. ഉപദേശങ്ങൾക്കപ്പുറത്ത് അവർക്ക് പറ്റുന്ന ചില അനുഭവങ്ങൾ കൊടുക്കണം. അത്തരമൊരു അനുഭവമാണ് വിരമിച്ച അധ്യാപകരെയൊക്കെ കുട്ടികൾ, പുതിയ തലമുറ അവരെ പാദപൂജ ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഈ പ്രതികരണം നടത്തിയവർ ഇത് എന്താണെന്ന് കണ്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു അവർ വിചാരിച്ചത് ഈ കുട്ടികളെയൊക്കെ വിളിച്ചിട്ട് ഈ അധ്യാപകരുടെ കാല് സോപ്പും ചകിരിയൊക്കെ ഇട്ട് കഴുകി കൊടുക്കണം എന്തോ പരിപാടിയാണ് എന്ന് ധരിച്ച് വശമായിട്ടാണ് ഇതുപോലുള്ള വൃത്തികെട്ട പ്രതികരണങ്ങൾ നടത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ആരെയോ സുഖിപ്പിക്കാനുള്ള, ചിലരെ സുഖിപ്പിക്കാൻ, ചില വോട്ട് ബാങ്ക് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് ചിലരെ സുഖിപ്പിക്കാൻ വേണ്ടി അതിന് നിങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷേ അതുകൊണ്ട് വളരുന്ന തലമുറയെ നശിപ്പിക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഗുരുപൂജ ഇനിയും നടത്തും. അതിന് ആര് തന്നെ എന്തൊക്കെ തന്നെ ബഹളം കൂട്ടിയാലും ഗുരുപൂജ മഹോത്സവം ഇതേപോലെ തന്നെ ഈ പ്രാവശ്യം നടന്നതിനേക്കാൾ ഗംഭീരമായി ഇനി വരും വർഷങ്ങളിലും നടക്കും. ഭാരതീയ സംസ്കാരത്തിന്റെ മൂല്യങ്ങൾ വിദ്യാർത്ഥികളിൽ എത്തിക്കുന്നതിനെ CPM അപഹസിക്കുകയാണെന്ന് കേസരി മുഖ്യ പത്രാധിപർ ഡോക്ടർ NR മധു. കാസർഗോഡ് ബന്തെടുക്ക സരസ്വതി വിദ്യാലയത്തിൽ നടന്ന ഗുരുപൂജയെ CPM വികലമായി ചിത്രീകരിച്ചത് സംസ്കാരത്തിനെതിരായുള്ള കടന്നുകയറ്റമാണ്. സാംസ്കാരിക മൂല്യങ്ങളെ ഇല്ലാതാക്കാനാണ് ഇടത് സർക്കാരിന്റെ ശ്രമം. ഇസ്ലാമിക ജിഹാദി ശക്തികളെ പ്രീണിപ്പിക്കാനാണ് പിണറായി സർക്കാർ ശ്രമിക്കുന്നത്. ജിഹാദികളും ഇടതുപക്ഷവും പിന്തുടരുന്നത് മൂല്യങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്. വിദ്യാർത്ഥികൾ അധ്യാപകരുടെ കാലിൽ പുഷ്പങ്ങൾ അർപ്പിക്കുന്ന നല്ല സംസ്കാരത്തെയാണ് ഇവിടെ CPM വികലമായി ചിത്രീകരിച്ചതെന്നും NR മധു പറഞ്ഞു. കേരളത്തിൽ ഇന്ന് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്നു എന്ന് പറഞ്ഞാലും അത് ഇസ്ലാമിക ജിഹാദികളുടെ താല്പര്യം സംരക്ഷിക്കുവാൻ വേണ്ടി നടത്തുന്ന ഒരു ഭരണമാണ്. ഇസ്ലാമിക ജിഹാദികളും കമ്മ്യൂണിസ്റ്റ് സംഘടനാ പ്രവർത്തകരും ഒരു സമാനതയുണ്ട് അവർക്ക്. കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിനും ജിഹാദിനുമുള്ള സമാനത എന്ന് പറയുന്നത് എവിടെയൊക്കെ ജിഹാദ് നടന്നിട്ടുണ്ടോ അവിടെയൊക്കെ തദ്ദേശീയമായ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടന്ന സ്ഥലത്തും സമാനമായ തദ്ദേശീയമായ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഭാരതത്തിൽ കേരളത്തിലൊരു ജനാധിപത്യ ഭരണകൂടമായതുകൊണ്ട് ഒറ്റയടിക്ക് അവർക്കത് സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ ഈ മൂല്യങ്ങൾ ഇല്ലാതെയാകണം. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ സനാതനധർമ്മത്തിൽ ഭാരതത്തിൽ
നമ്മൾ അനുഷ്ഠിക്കുന്നത് ഈ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഗുരുപൂജ നടത്തുക എന്ന് പറയുന്നത്, ഗുരു ദക്ഷിണ ചെയ്യുക എന്ന് പറയുന്നത്, ഗുരുവിൻ്റെ പാദപൂജ ചെയ്യുക എന്ന് പറയുന്നത് ഒന്നും പുതിയ കാര്യമല്ല. ആയിരത്താണ്ടുകളായി ഈ നാട്ടിൽ നടക്കുന്നതാണ്. ഇത് കേവലം ഹിന്ദു സമൂഹത്തിൻ്റെയോ ഭാരതീയ സമൂഹത്തിൻ്റെ ഇടയിൽ മാത്രമല്ല. യഹൂദ സമൂഹത്തിൽ അവർ ഗുരുവിന് റബ്ബി എന്നാണ് പറയുക. അവർ റബ്ബിയെ, ഗുരുവിനെ പൂജിച്ചിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു തൻ്റെ അവസാന അത്താഴത്തിന് തൊട്ട് മുമ്പ് ശിഷ്യന്മാരെ ഗുരുവായി കണ്ടുകൊണ്ട് പാദം കഴുകി മുത്തി. അതിൻ്റെ അനുഷ്ഠാനത്തിൻ്റെ അതിൻ്റെ ഓർമ്മയാണ് ഈസ്റ്റർ ദിനത്തിൽ ഇപ്പോഴും അൾത്താരയിൽ ക്രൈസ്തവ പുരോഹിതന്മാർ മറ്റ് പുരോഹിതന്മാരുടെ പാദം കഴുകി മുത്തുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ക്രൈസ്തവരുടെ ഇടയിലുണ്ട്. ഇതൊക്കെ, ഈ അനുഷ്ഠാനങ്ങളൊക്കെ എന്തിനാണ്? സംസ്കാരത്തെ, മൂല്യങ്ങളെ പകർന്നു നൽകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഭാരതീയമായ ഈ സാംസ്കാരിക മൂല്യങ്ങളെ സമ്പൂർണ്ണമായി നശിപ്പിച്ചാൽ മാത്രമേ കേരളത്തിൽ അരാജകത്വം ഉണ്ടാകൂ. ഇന്ന് ക്യാമ്പസിൽ മദ്യവും മയക്കുമരുന്നുമൊക്കെ ഇങ്ങനെ ആവാൻ കാരണം എന്താണ്? ഇതിനെയൊക്കെ ഇവർ പുരോഗമനം എന്നാണ് പറയുന്നത്. ഏറ്റവും രസമുള്ളത് ഇതിനെയൊക്കെ പുരോഗമനം എന്നാണ്. എന്നാൽ കാട്ടറബികൾ നയിക്കുന്ന മതമൗലികവാദ ഇസ്ലാമിക ഭീകര സംഘടനകളുടെ ഫത്വകൾക്കനുസരിച്ചാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നത്. നമുക്കറിയാം, ജൂംബ ഡാൻസ് വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചു. എന്തേ അവർക്കത് സാധ്യമല്ലാത്തത്? ജൂംബ ഡാൻസ് നടത്താൻ ശ്രമിച്ചപ്പോൾ സമസ്ത പറഞ്ഞു, മുസ്ലിം മതമൗലികവാദികൾ പറഞ്ഞു സാധ്യമല്ല. ഇവിടെ സർക്കാർ പിൻവാങ്ങി. സർക്കാർ പറഞ്ഞു എല്ലാവർക്കും നിർബന്ധിതമല്ല, ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. എന്തേ, വലിയ പുരോഗമനമായിരുന്നല്ലോ. അപ്പോൾ സമസ്ത പറഞ്ഞു, ഇസ്ലാമിക മതമൗലികവാദികൾ പറഞ്ഞു അതിവിടെ നടക്കില്ല, ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിൽ നിന്ന് പിന്മാറി. ഏറ്റവും അവസാനം നമ്മളെന്താ കണ്ടത്? വിദ്യാലയങ്ങളിലെ സമയം മാറ്റുമെന്ന് പറഞ്ഞു. മദ്രസകളുടെ സമയത്തെ അത് ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സമസ്ത പറഞ്ഞപ്പോൾ ഇതാ വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ വലിയ താണ്ഡവമൊക്കെ ആടി വലിയ പരാക്രമിയാണ് നമ്മുടെ മന്ത്രി. ആ മന്ത്രി പറയുകയാണ് നിർബന്ധമല്ല. അപ്പോൾ ഇതൊന്നും നിർബന്ധമല്ല. ഇസ്ലാമിക മതമൗലികവാദികൾ ഏത് കാട്ടറബി പറയുന്ന നിയമവും ഇവിടെ നടപ്പിലാക്കണമെന്ന് പറഞ്ഞാൽ അതുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് സർക്കാർ തയ്യാറാണ്. എന്നാൽ നിരുപദ്രവമായ മൂല്യങ്ങൾ കൺവേ ചെയ്യുന്ന ഗുരുപൂജ പോലെയുള്ള പരിപാടികൾക്കെതിരെ SFI സമരം ചെയ്യും. കാരണം SFIയുടെ പാരമ്പര്യം അതാണ്. പാലക്കാട് വിക്ടോറിയ കോളേജിൽ സരസ്വതി എന്ന് പറയുന്ന പ്രിൻസിപ്പൽ റിട്ടയർ ആയപ്പോൾ അവരുടെ കുഴിമാടം ഉണ്ടാക്കിയാണ് അവരെ യാത്ര അയച്ചത്. അതാണ് ഗുരുക്കന്മാരുള്ള SFIയുടെ സമീപനം. അപ്പോൾ അന്നത്തെ സാംസ്കാരിക മന്ത്രി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാംസ്കാരിക മന്ത്രിക്കും അത്രയും സംസ്കാരം ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റാലേഷനാണ്, ഒരു കലാ ആവിഷ്കാരമായിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. ഇനി ഇവരുടെ വളരെ കൊട്ടിഘോഷിച്ച് ആഘോഷിക്കുന്ന ഒരു ഒരു കോളേജാണല്ലോ മഹാരാജാസ്. ആ മഹാരാജാസ് കോളേജിലെ ഗുരുക്കന്മാരോട് ഇവരെന്താ ചെയ്തത്? SFI മഹാരാജാസിലെ അധ്യാപികയ്ക്ക് അവർ പ്രിൻസിപ്പൾ ഇരുന്ന കസേര കത്തിച്ചു. അങ്ങനെയാണ് അവർ ഗുരുവന്ദനം നടത്തിയത്. അങ്ങനെയൊന്നും ഇവിടുത്തെ വിദ്യാനികേതനിലെ കുട്ടികൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ സങ്കടം. ഇനി കേരളത്തിൻ്റെ നവോത്ഥാന പാരമ്പര്യത്തിലെ അഗ്രഗണ്യനായ ശ്രീനാരായണ ഗുരുദേവൻ, ആ ശ്രീനാരായണ ഗുരുദേവൻ്റെ അദ്ദേഹത്തെ കുരിശിൽ തറയ്ക്കുന്ന ആ ഒരാവിഷ്കാരം കണ്ണൂരിൽ നടത്തി. അദ്ദേഹത്തെ കെട്ടിവലിക്കുന്ന രൂപം ഉണ്ടാക്കി. നാരായണ ഗുരുദേവനെ കമ്മ്യൂണിസ്റ്റുകാർ സിമൻറ്റ് നാണു എന്നാണ് വിളിച്ച് അധിക്ഷേപിച്ചുകൊണ്ടിരുന്നത്. ഇനി അതും പോട്ടെ, ഉമേഷ് ചള്ളിയിൽ എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധി നിയമസഭയിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഇന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രി വിജയൻ മുഖ്യമന്ത്രി പറഞ്ഞ കുട്ടിച്ചാത്തൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതാണ് നല്ലത്, നാരായണ ഗുരുദേവനെ ഇത്രയും അധികം. കാരണം അദ്ദേഹം ഗുരുവാണ്. നാരായണ ഗുരുദേവൻ ഈ സനാതന ധർമ്മത്തിൻ്റെ പ്രതിനിധിയായ ഗുരുവാണ്. അങ്ങനെ ഗുരു പാരമ്പര്യത്തെ എല്ലാ കാലത്തും ഇവർ അധിക്ഷേപിച്ചിട്ടുണ്ട്. ഇനി ജയകൃഷ്ണൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു അധ്യാപകനെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെട്ടിക്കൊന്നുകൊണ്ട് ഗുരുദക്ഷിണ സമർപ്പിച്ച പ്രസ്ഥാനമാണിത്. അപ്പോൾ അവരിൽ നിന്ന് എന്ത് മൂല്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ സനാതന ധർമ്മത്തിലെ ഭാരതീയമായ മൂല്യത്തിലെ ഗുരുസങ്കല്പത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വ്യാസജയന്തി നാളിൽ ശിഷ്യന്മാർ ഗുരുക്കന്മാർക്ക് ദക്ഷിണ കൊടുക്കുകയും അവർക്ക് പാദനമസ്കാരം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നൊരു പാരമ്പര്യമുണ്ട്. ഗുരുക്കന്മാരെ മാത്രമല്ല, മാതാപിതാക്കളെ, മുതിർന്നവരെ ഒക്കെ പാദനമസ്കാരം ചെയ്യും. കലാകാരന്മാർ, മുതിർന്ന കലാകാരന്മാരെ പാദനമസ്കാരം ചെയ്യും. ഇത് ഭാരതീയ പാരമ്പര്യമാണ്. ഈ ഭാരതീയ പാരമ്പര്യം ഇവിടെ ഹറാമാണ് ജിഹാദികൾക്ക്, ഹറാമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക്. അതുകൊണ്ടാണ് അവർ ഈ തരം കാര്യങ്ങൾക്കെതിരെ സമരം ചെയ്യുകയും പ്രക്ഷോഭം നടത്തുകയും ഇവിടെ ചില പത്രങ്ങൾ, ചില ചാനലുകൾ ഒക്കെ ഇത്തരം അനാശാസ്യമായ പ്രവണതകൾ വെച്ചു പുലർത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. കേരളത്തെ കേരളമല്ലാതാക്കാനുള്ള ശ്രമമാണ്. ഭാരതത്തെ ഭാരതീയ മൂല്യങ്ങളിൽ നടത്തി മാറ്റാനുള്ള ഒരു ആഖ്യാന നിർമ്മിതിയുടെ ഭാഗമാണ്. ഇതിനെ എന്തു വില കൊടുത്തും ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യേണ്ടതാണ്.
ഗുരുപൂജയെ അവഹേളിക്കുന്ന ഇടത് സംഘടനകൾക്കെതിരായ പ്രതിഷേധം ശക്തമാവുകയാണ്. ഗുരുപൂജയിൽ പങ്കെടുത്തവരുടെ പ്രതികരണങ്ങൾ കൂടി കാണാം. അവർ ചെയ്യുന്ന ആ പ്രവൃത്തിയെ ഞാൻ 100% അംഗീകരിക്കുന്നു. കാരണം ഇന്നത്തെ ഒരു തലമുറയിൽ അതൊരു അത്യാവശ്യമായ കാര്യമാണ്. നമ്മൾ ഗുരുവിനെ ഒരിക്കലും നിന്ദിക്കാൻ പാടില്ല. ഗുരുവിനെ എപ്പോഴും നമ്മൾ ആദരിക്കുക തന്നെ വേണം. അപ്പോൾ അത് സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് എടുത്തതിൽ ഞാൻ 100% സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യും. ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അതൊരു വിവാദ വിഷയമാവേണ്ട സാഹചര്യം ഒന്നും എനിക്കിപ്പോൾ തോന്നുന്നില്ല. കാരണം എല്ലാ വർഷവും നമ്മളുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഇത് ഫോളോ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. എല്ലാ വർഷവും ഇത് തുടർന്നുകൊണ്ട് പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതൊരു വിവാദ വിഷയമേ ആക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഗുരുക്കന്മാരെ വന്ദിക്കാണ്ട് നമ്മൾ ഒരു വിദ്യ അഭ്യസിക്കുക എന്നുള്ളത് അത് ഒരിക്കലും ശരിയായ ഒരു രീതിയല്ല. എപ്പോഴും നമുക്ക് വിദ്യ പറഞ്ഞു തരുന്നവരെ നമ്മൾ ബഹുമാനിക്കുകയും അവരുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് വേണം നമ്മൾ ആ വിദ്യ അഭ്യസിക്കാൻ. അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു ഫാഷൻ അതിൽ കിടന്നു വരേണ്ട കാര്യമില്ല. അവരുടെ കാല് തൊട്ടുകൊണ്ട് നമുക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. അവരുടെ കാല് തൊട്ട് വന്ദിച്ച് തന്നെ വേണം നമ്മൾ ആ വിദ്യ അഭ്യസിക്കാൻ എന്നൊരു അഭിപ്രായമാണ് എനിക്ക് ഉള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഞങ്ങളൊക്കെ ആദ്യം മുതൽ തന്നെ എന്തെങ്കിലും ഒരു നല്ല കാര്യം തുടങ്ങുമ്പോൾ ഗുരു കാരണന്മാരുടെ കാൽ തൊട്ട് വന്ദിച്ചിട്ടാണ് നമ്മളത് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയാണ് ഞങ്ങൾ ഇതുവരെ ശീലിച്ചേക്കുന്നത്. അത് തന്നെ ഇവിടെയും ചെയ്യുന്നു. ഇപ്പോൾ പുതിയതായിട്ടൊരു വിവാദമാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നമുക്ക് കാണുന്നില്ല. ഇപ്പോൾ ഇതിനെ എതിർക്കുന്ന ആളുകൾ തന്നെ പഠിപ്പിക്കുന്ന ആളുകളുടെ കസേര കത്തിക്കുകയും കരിയോലൊഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിനെയൊക്കെ അനുകൂലിക്കുന്ന ഒരു വലിയ വിഭാഗം ഉണ്ട്. എന്തുവാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയില്ല. നമ്മളൊരു രാഷ്ട്രീയമൊന്നുമല്ല, നമ്മളിത് കണ്ടു വളർന്ന് നമ്മുടെ രീതി അതാണ്. നമ്മുടെ ഒരു ഭാരതീയ സംസ്കാരത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അത് പിന്തുടരണം എന്ന് വിചാരിക്കുന്ന ആളുകളാണ്. ഒരക്രമത്തിൻ്റെ മാർഗത്തിലേക്ക് പോയത് നല്ല രീതിയിൽ കുട്ടികൾ വളരണം. ഇപ്പോൾ കണ്ടില്ലേ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കുട്ടികൾ ഓരോന്ന്. അതൊക്കെ കണ്ടിട്ട് ആരാണ് ഇത്ര ഭയങ്കരമായിട്ട് ആക്ഷൻ എടുക്കുന്നത്? പറഞ്ഞു പോകുന്നുണ്ട് മുറയ്ക്ക്, അല്ലാണ്ട് വേറൊന്നും നടക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല, കൂടുന്നതല്ലാണ്ട്. പഠിപ്പിക്കുന്ന മാസ്റ്ററുടെ കസേര കത്തിക്കുകയും കരിയോലൊഴിക്കുകയും അവരുടെ മുറിയിൽ പൂട്ടിയിടുകയും ചെയ്യുന്ന ഒരു രീതിയാണോ അല്ലെങ്കിൽ ഇതാണോ നല്ലതാണ് ജനങ്ങൾ തീരുമാനിക്കട്ടെ. നമ്മൾ പറയുന്നില്ല. നമുക്ക് ഈ രീതിയോട് എന്തായാലും എതിർപ്പില്ല. നമ്മുടെ കുട്ടികൾക്ക് എതിർപ്പില്ല, പേരൻസിന് ആർക്കും എതിർപ്പില്ല. ഗുരുപൂജ വേണ്ടതാണ്. നമ്മളുടെ കുട്ടികൾക്ക് ഗുരുക്കന്മാരോടുള്ള ഒരു ആദരവ് കാണിക്കുന്ന ഒരു ദിവസം. എല്ലാ ദിവസവും ഇവരെ സ്കൂളിൽ ദിവസവും ഗുരുവന്ദനമുണ്ട്. സരസ്വതി, ഗണപതി, ഗുരുബ്രഹ്മ, ഗുരു വിഷ്ണു ശ്ലോകം ചൊല്ലിയിട്ടാണ് അവരെ ഒരു ദിവസം തുടങ്ങണത്. അതെ, സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളെപ്പോഴും നമ്മളുടെ കൂട്ടത്തിലൊരാളെ, മുതിർന്ന ഒരാളെ റെസ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എപ്പോഴും കാല് കഴുകി വന്ദിക്കുക എന്ന് പറയുന്നത്. അങ്ങനെയാണ് കുട്ടികൾക്കും അതിലൊരു വിരുദ്ധ അഭിപ്രായമൊന്നും തോന്നിയിട്ടില്ല. അവർ വളരെ സന്തോഷമായിട്ടാണ് അവരുടെ അധ്യാപകരെ അന്ന് ആരതി ഒഴിഞ്ഞ് ചെയ്തത്. എല്ലാ ദിവസവും പിറന്നാളുള്ള കുട്ടികളെ സ്കൂളിൽ ടീച്ചേഴ്സ് ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ അവർ തിരിച്ചു ചെയ്യുന്നു എന്നുള്ള പോലെ സന്തോഷമായിട്ടാണ് കുട്ടികൾ അത് ചെയ്തത്. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികളും അതിനെ മനസ്സിലാക്കുന്നുണ്ട്. അതിലൊരു എതിർപ്പായിട്ട് ആർക്കും, കുട്ടികൾക്കും ഞങ്ങൾ പേരൻസിനും ഒന്നും തോന്നിയിട്ടില്ല. ഗുരുപൂജ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ ഗുരുക്കന്മാരിൽ നിന്ന് അനുഗ്രഹത്തിന് വേണ്ടി ഞങ്ങൾ ഗുരുവിനെ ആദരിക്കുന്നു. ഞങ്ങൾ ആരതി ഒഴിഞ്ഞ് ഒരു കളഭം തൊട്ട് കൊടുത്ത് ആദരിക്കുകയാണ് ചെയ്യുന്നത്. മാതാപിതാ ഗുരു ദൈവത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ അച്ഛനമ്മമാരൊക്കെ പറഞ്ഞു തന്ന വഴിയിലൂടെ. പിന്നെ മുതിർന്നവരുടെ കാലുതൊട്ട് തൊഴിലൊക്കെ ഞങ്ങളുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ്. ഇതെല്ലാ വർഷവും നടത്തി പോകാറുള്ളതാണ്. അതെ, പൂർണ്ണ തൃപ്തിയോടെയാണ് നടത്തുന്നത്. ഗുരുപൂജ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഗുരുക്കന്മാരെ ഞങ്ങൾ ആദരിക്കുന്നതായിട്ടാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഒരു അനുഗ്രഹം കിട്ടാനും അങ്ങനെയൊക്കെ. ഞാൻ ഈ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ എല്ലാ വർഷവും ഈ ഗുരു പൂർണിമയുടെ ഭാഗമായിട്ട് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഞാൻ ഉണ്ടായിട്ടുണ്ട്. ഭക്തിസാന്ദ്രം സന്നിധാനം. ശബരിമലയിൽ മാളികപ്പുറത്തിന് സമീപം പുതിയതായി നിർമ്മിച്ച നവഗ്രഹ ശ്രീകോവിലിൽ ഇന്ന് പ്രതിഷ്ഠ നടക്കും. 12-നും 11 മണിക്കും മധ്യേയുള്ള മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠാകർമ്മം നടക്കുന്നത്. തന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഇന്ന് ചടങ്ങുകൾ. പ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയാക്കി രാത്രി 10-ന് നട അടയ്ക്കും. ഭക്തിസാന്ദ്രമായ പൂജകൾക്ക് ഇന്ന് തുടക്കമാവുകയാണ്. അതിലേറെ ശ്രദ്ധേയം പുതിയതായി നിർമ്മിച്ച നവഗ്രഹ ശ്രീകോവിലിലാണ് ഇന്ന് പ്രതിഷ്ഠ നടക്കുന്നത്. മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, എത്രത്തോളം ഭക്തിസാന്ദ്രമാണ് ചടങ്ങുകൾ?
വിഷ്ണു, പുതിയതായി നിർമ്മിച്ച നവഗ്രഹ ശ്രീകോവിലിൽ ഇന്ന് പകൽ 11-നും 12-നും മധ്യയുള്ള മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നത്. ശ്രീകോവിലിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. മറ്റു പൂജകളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ശുദ്ധിക്രിയകൾ, ബിംബശുദ്ധിക്രിയകൾ, മറ്റ് കലശമടക്കമുള്ള ചടങ്ങുകളാണ് പൂർത്തിയാക്കിയത്. തന്ത്രി കണ്ഠര് രാജീവരുടെ മുഖ്യ കർമ്മയുദ്ധത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ഇന്നത്തെ പ്രതിഷ്ഠാ ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള അനുബന്ധ പൂജകൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. ഗണപതി ഹോമം, ശയ്യയിൽ ഉഷപൂജ അടക്കമുള്ള മരപ്പാണി അടക്കമുള്ള പൂജകൾക്ക് ശേഷമാണ് ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ചടങ്ങുകൾ നടക്കുന്നത്, പ്രതിഷ്ഠാ കർമ്മം നടക്കുന്നത്. അഭികാമ്യമായ മറ്റൊരു സ്ഥലത്തേക്ക് നിലവിലുള്ള നവഗ്രഹ ശ്രീകോവിൽ മാറ്റി സ്ഥാപിക്കണമെന്ന ദേവപ്രശ്ന വിധിയുടെ അടിസ്ഥാനത്തിലാണ് മാളികപ്പുറത്തിന് സമീപത്തേക്ക് ഈ പുതിയ നവഗ്രഹ ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു മാസം കൊണ്ടാണ് ശ്രീകോവിലിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. 25ഓളം ശില്പികളുടെ നേതൃത്വത്തിൽ ചെങ്ങന്നൂർ സ്വദേശിയായ മഹേഷ് പണിക്കർ മുഖ്യ ശില്പിയായാണ് ഒരു മാസം കൊണ്ട് ഈ നവഗ്രഹ ശ്രീകോവിലിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. കൽത്തൂണുകളും 12 ടൺ ഭാരമുള്ള 4 കൃഷ്ണശിലകളിലുമാണ് ക്ഷേത്രത്തിൻ്റെ പഞ്ചവർഗ തറയും പീഠവും കൊത്തിയിരിക്കുന്നത്. ഈ കൽത്തൂണുകളെ പഞ്ചവർഗ തറയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന നാഗബന്ധന പൂട്ട് ഇതിൻ്റെ പ്രത്യേകതയാണ്. ഈ നാഗബന്ധന പൂട്ട് ഈ പൂട്ടിലാണ് ഈ പഞ്ചവർഗ തറയെയും കൽത്തൂണുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറയിലുമൊക്കെയുള്ള തരത്തിലുള്ള നാഗബന്ധന പൂട്ട് ഈ ശ്രീകോവിലിൻ്റെ പ്രത്യേകതയാണ്. നാഗർകോവിൽ നിന്ന് കൃഷ്ണശിലകൾ എത്തിച്ചാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. 600 ക്യൂബിക് അടി നിലമ്പൂർ തേക്കാണ് തടിപ്പണികൾക്ക് ഉപയോഗിച്ചത്. 28 കഴുക്കോലുകളാണ് ഈ ശ്രീകോവിലിനുള്ളത്. 27 നക്ഷത്രങ്ങളെയും മകരവിളക്കിൻ്റെ മുഹൂർത്തം കണക്കാക്കുന്ന അഭിജിത്ത് നക്ഷത്രത്തെയുമാണ് ഇവ പ്രതിനിധീകരിക്കുന്നത്. കഴുക്കോലുകളുടെ പുറത്തേക്കുള്ള ഭാഗത്ത് ഗജവാളികളുടെ രൂപം കൊത്തിയിട്ടുണ്ട്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി അവ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് അഭിമുഖമായിട്ടാണ് പണിതിരിക്കുന്നത്. ഇങ്ങനെ നിരവധി പ്രത്യേകതകളോടുകൂടിയാണ് ഈ നവഗ്രഹ ശ്രീകോവിലിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. ഒരു മാസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇനി ഇന്ന് 11-നും 12-നും മധ്യയുള്ള മുഹൂർത്തത്തിൽ തന്ത്രി കണ്ഠര് രാജീവരുടെ കാർമ്മികത്വത്തിൽ ഇതിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ പഴയ ശ്രീകോവിലിൽ നിന്നും നവഗ്രഹ പ്രതിഷ്ഠകൾ മാറ്റി അതിനെ ബിംബശയ്യയിലേക്ക് മാറ്റി. ബിംബശയ്യയിലാണ് ഇപ്പോൾ വിഗ്രഹങ്ങൾ ഉള്ളത്. ബിംബശയ്യയിൽ ഉഷപൂജ അടക്കമുള്ള ചടങ്ങുകളാണ് രാവിലെ പൂർത്തീകരിക്കുന്നത്. ഗണപതി ഹോമവും ബിംബശയ്യയിൽ ഉഷപൂജയും മരപ്പാണിയും അടക്കമുള്ള ചടങ്ങുകൾ പൂർത്തീകരിച്ചാണ് ഈ പുതിയ നവഗ്രഹ ശ്രീകോവിലേക്ക് വിഗ്രഹങ്ങൾ മാറ്റി പ്രതിഷ്ഠിക്കുന്നത്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിരിക്കുന്നു. ഇന്നലെ ഈ താഴികക്കുട പ്രതിഷ്ഠ അടക്കമുള്ള ചടങ്ങുകൾ ഇന്നലെ പൂർത്തീകരിച്ചിരിക്കുന്നു. മറ്റ് അനുബന്ധ ചടങ്ങുകൾക്ക് വേണ്ടിയാണ് ഇത്തവണ 3 ദിവസത്തേക്ക് ശബരിമല നട തുറന്നിരിക്കുന്നത്. ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി ഇന്ന് രാത്രി 10 മണിക്ക് നടയടയ്ക്കും. പിന്നീട് 16-ാം തീയതി കർക്കിടക മാസ പൂജകൾക്ക് വേണ്ടി 16-ാം തീയതി വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. ഇങ്ങനെയാണ് ഈ തവണ 3 പ്രാവശ്യം ശബരിമല നട തുറക്കുന്നുണ്ട് എന്നുള്ള പ്രത്യേകതയുമുള്ള ഒരു മാസമാണ് ഈ ജൂലൈ മാസം. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പ്രതിഷ്ഠയോടനുബന്ധിച്ചിട്ടുള്ള അനുബന്ധ ചടങ്ങുകൾക്ക് തുടക്കമാകും. വിഷ്ണു. ശരി, മിഥുൻ മുരളിയാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. പമ്പയുടെ ഓളപ്പരപ്പിന് ഇനി വള്ളപ്പാട്ടിൻ്റെ താളം. പാർത്ഥസാരഥിയുടെ ഇഷ്ടവഴിപാടായ വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കമാവുകയാണ്. 52 കരകളിലെ പള്ളിയോടങ്ങളാകും പങ്കെടുക്കുക. ആദ്യ ദിനം ക്ഷേത്രസന്നിധിയിലേക്ക് എത്തുന്നത് 7 പള്ളിയോടങ്ങളാണ്. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേർന്നുണ്ട്. ഗൗതം, എന്താണ് ഒരുക്കങ്ങളൊക്കെ? ചരിത്ര പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യക്ക് ഏതാണ്ട് 80 ദിവസം നീണ്ടു നിൽക്കുന്ന വള്ളസദ്യക്ക് ഇന്ന് തുടക്കമാവുകയാണ്. 11 മണിയോടുകൂടി 7 പള്ളിയോടങ്ങൾ ആദ്യ ദിനം പാർത്ഥസാരഥിയുടെ ക്ഷേത്ര സന്നിധിയിലേക്ക് പമ്പാ നദിയിലൂടെ തുഴഞ്ഞെത്തും. ഇതോടുകൂടി വലിയ ആവേശത്തിലേക്ക് ആറന്മുള എന്ന ഗ്രാമവും അതോടൊപ്പം തന്നെ ഏതാണ്ട് 52 പള്ളിയോട കരകളും നീങ്ങുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഘടകം. നമുക്കറിയാം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജലമേളയാണ് ആറന്മുളയിൽ ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി ദിനത്തിൽ പാർത്ഥസാരഥിയുടെ പ്രതിഷ്ഠാ നാളിൽ നടക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായി തന്നെയാണ് ഈ വള്ളസദ്യ എന്ന വലിയ ചടങ്ങിന് ഇന്നിപ്പോൾ തുടക്കം കുറിക്കുന്നത്. 11 മണിക്ക് ക്ഷേത്രത്തിന്റെ ആനക്കൊട്ടിലിൽ ഭദ്രദീപം മന്ത്രി ഗണേഷ് കുമാർ കൊളുത്തുന്നതോടുകൂടിയാണ് ഈ വർഷത്തെ വള്ളസദ്യക്ക് തുടക്കമാകുക. പിന്നീട് 80 ദിവസക്കാലം ഈ വള്ളസദ്യ നീണ്ടു നിൽക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ദിനങ്ങൾ, ഒന്ന് ശ്രീകൃഷ്ണ ജയന്തി അഷ്ടമി രോഹിണിയും അതോടൊപ്പം തന്നെ മറ്റൊന്ന് ആറന്മുളയിലെ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടന്ന ചിങ്ങമാസത്തിലെ ഉത്രട്ടാതി നാളുമാണ്. അതോടൊപ്പമാണ് മറ്റു ദിവസങ്ങളിലും ഈ വള്ളസദ്യ വഴിപാടായി ഭക്തജനങ്ങൾ നടത്തുന്നത്. വിഷ്ണു. ശരി, ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.
വാർത്തകളിലേക്ക്. ദേശീയതയ്ക്കൊപ്പം നിലകൊണ്ട ജനം ടിവിയുടെ 10 വർഷങ്ങൾ. ആ യാത്രയിൽ ജനത്തിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുണ്ട് അങ്ങ് പാലക്കാട്ട്. ജനം ടിവിയുടെ കട്ട ഫാനെ പരിചയപ്പെടാം. ഒപ്പം അല്പം രസകരമായ വിശേഷങ്ങൾ. കേന്ദ്രങ്ങളിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇസ്രായേൽ നഗരങ്ങളിലേക്കുള്ള ഇറാന്റെ മിസൈൽ ആക്രമണവും തുടരുകയാണ്. എത്ര കാലമായി ഏട്ടന് ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ 35 വർഷമായി ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങിയിട്ട്. ഇതിപ്പോ പുതിയ വണ്ടിയാ? ഇത് 8 മാസം മുന്നേ എടുത്തതാ. അല്ല, ഞാൻ പറയാൻ മറന്നുപോയി. ഞാനിപ്പോൾ കയറിപ്പോയ ഓട്ടോ ഉണ്ടല്ലോ, അത് എൻ്റെ നാട്ടിൽ, അതായത് ഈ പാലക്കാട്, കൂറ്റനാട്, പെരിങ്ങോട്, തൊഴൂക്കാട് ഭാഗത്തുള്ള ഒരു ചേട്ടൻ്റെ ഓട്ടോ ആണ്. അപ്പോൾ ഞാൻ നാട്ടിൽ വരുമ്പോൾ ഒക്കെ എൻ്റെ നാട്ടുകാർ പറയും ഇവിടെ ഒരു ജനത്തിന് വലിയൊരു ഫാൻ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ഓട്ടോ ഉണ്ട്, അതിൽ നമ്മുടെ പേരുണ്ട് എന്നൊക്കെ. അപ്പോൾ ആ ഓട്ടോ കാണാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഞങ്ങളുടെ നാട്ടിലെ സുബ്രഹ്മണ്യൻ ചേട്ടൻ. കേസരി സുബു എന്ന് പറഞ്ഞാലാണ് എല്ലാവരും ചേട്ടനെ അറിയുന്നത്. ഇതാണ് ചേട്ടന്റെ ഓട്ടോറിക്ഷ. ഇതിൽ നമുക്ക് കാണാം ജനത്തിന്റെ പേരുണ്ട്, കേസരിയുടെ പേരുണ്ട്. അപ്പൊ ചേട്ടൻ എത്ര വർഷമായി ഇപ്പോ ഈ പേരുകളൊക്കെ ഈ വണ്ടിയിൽ വന്നിട്ട്? ജനം ഓട്ടോ എന്നുള്ള പേര് ഒരു 2015 മുതൽ 16 മുതലൊക്കെ ആയിട്ടാണ് വന്നത്. നമ്മൾ ജനം ടി വി എന്നോടുള്ള പ്രണയം കാരണം അത് ഓപ്പൺ ചെയ്തതാണ്. അതുവരെ ഞാനൊരു കേസരി എന്നുള്ള പേരില്, കേസരി വാരികയുടെ പേര് മോഷ്ടിച്ചത് തന്നെയാണ്. അപ്പോൾ കേസരി എന്നുള്ള പേരിൽ ഞാൻ 35 വർഷമായിട്ട് ഞാൻ ഓട്ടോ ജീവിതം നയിക്കുന്നു. അതിപ്പോഴും ഞാൻ നിലനിർത്തുന്നുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയ പ്ലേറ്റ് തന്നെയാണ്. ഞാൻ ഉണ്ടാക്കിയത് മെറ്റലിൽ ഉണ്ടാക്കിയ പ്ലേറ്റ് തന്നെയാണ്. ഓക്കെ. അപ്പൊ പ്രേക്ഷകർക്ക് ഇപ്പൊ തോന്നുന്നു ഇത് പുതിയ വണ്ടിയാണ്. അപ്പൊ ഇത് ചേട്ടന്റെ പുതിയ വണ്ടിയാണ്, 8 മാസം മുന്നേ എടുത്ത വണ്ടിയാണ്. അപ്പൊ ഇതിൽ നമ്മളിപ്പോ എഴുതിയതാണ്. പക്ഷെ ഇതിന് മുൻപ് ചേട്ടൻ ഉണ്ടായിരുന്ന ഓട്ടോയിലും ഈ ജനം ഓട്ടോ, കേസരി ഉണ്ടായിരുന്നു, ജനം ഓട്ടോ ഉണ്ടായിരുന്നു. 9 വർഷമായിട്ട് 9 വർഷമായിട്ടുണ്ട് ഉണ്ടായിരുന്നു. എന്താണ് ജനത്തിനോട് അങ്ങനെ ഒരു സ്നേഹം തോന്നാനുള്ള? ജനത്തിനോട് പൊതുവെ സ്നേഹമുണ്ട്. ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉൾക്കൊള്ളുന്ന. അതെ. പിന്നെ ജനം ടി വി വന്നു കഴിഞ്ഞ സമയത്ത് നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി. എന്താ വെച്ചാൽ നമ്മുടെ കാര്യം പറയാൻ ഒരു മീഡിയ നമുക്ക് വരുന്നു എന്നുള്ള ഒരു ഇതില്, എല്ലാം നുണകൾ പറയുന്ന ഒരു കാലഘട്ടത്തില് ജനത്തിന്റെ അവകാശങ്ങളും അതേമാതിരി വിഷമങ്ങളും വേദനകളും ഹിന്ദു ജനതയുടെ, എല്ലാ ജനതയുടെയും എന്നുള്ള പറയാൻ ഹിന്ദു ജനതയുടെ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഹിന്ദുജന എല്ലാവരും അവഗണിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഹിന്ദു ജനതയുടെ ശബരിമല മറ്റു വിഷയങ്ങളെല്ലാം വന്നപ്പോ പ്രത്യേക പ്രണയം തോന്നി ജനം ടി വി. അതിനെ ഞാൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എന്റെ വണ്ടിക്കും കൂടി ഞാനത് കേട്ട്. ഇപ്പൊ എന്നെ പരിഹസിച്ചിട്ട് ഇതേമാതിരി ജനം ടി വി എന്ന് പറയാറുണ്ട് ആൾക്കാര്. ഞാൻ അഭിമാനമുള്ളൂ, ജനമല്ല. ജനം വിളിക്കുന്ന ജനം ടി വി നിങ്ങളെ വിളിച്ചോ, ഞാൻ ജനം ഓട്ടോ ആണ് ഓടിക്കുന്നത്, ടി വി എനിക്ക് ഓടിക്കാൻ പറ്റില്ല, അത്രയും ഞാൻ പറയാറുണ്ട്. അപ്പൊ നമ്മളോട് വാദിച്ച് ജയിക്കുന്ന ആൾക്കാർ പലരും പറയുമ്പോഴും നമ്മൾ വാദിച്ചിട്ട് ജയിക്കാറുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും ജനത്തിന്റെ പ്രേക്ഷകനാണോന്ന് ചോദ്യം ഇവിടെ അപ്രസക്തമാണ്. പക്ഷെ ഏത് പരിപാടിയാണ് ജനത്തിൽ ഏറ്റവും ഇഷ്ടം? ജനത്തിലെ ശരിക്കും പറയാ പറഞ്ഞു കഴിഞ്ഞാൽ ജനത്തിലെ എല്ലാ പരിപാടിയും ഇഷ്ടം തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ചും ന്യൂസ് ചാനൽ എന്നുള്ള നിലയിൽ നമ്മൾ കാണുന്നത് ന്യൂസ് തന്നെയാണ്, പ്രൈം ടൈം തന്നെയാണ് കാണുന്നത്. പ്രൈം ടൈം മറ്റുള്ളവര് നമ്മളെല്ലാവരും അടച്ചാക്ഷേപിക്കുന്ന സമയത്ത് നമ്മളെല്ലാവർക്കും സ്വാതന്ത്ര്യം കൊടുത്തിട്ടാണ് ജനം ടി വിയുടെ ആങ്കർമാര് ചർച്ച നയിക്കുന്നത്. നമ്പ്യാർ സാറ്, അതിന് മുന്നുണ്ടായിരുന്ന ലക്ഷ്മി മാഡം, അവരൊക്കെ പരിപാടികൾ ചെയ്യുമ്പോൾ നമ്മൾ നല്ലതിൽ കേട്ടിരിക്കാനും കണ്ടിരിക്കാനും നമുക്കത് തർക്കിക്കാനും എല്ലാം ഇതുള്ള ഒരു വിഭവം തന്നെയായിരുന്നു ജനം പ്രൈം ടൈം ഒക്കെ. ഇപ്പൊ ഈ ജനം ടി വി എന്നുള്ള പേര് ആദ്യമായിട്ട് ഓട്ടോയിൽ എഴുതിയതിനു ശേഷം വീട്ടിലേക്ക് വരുമ്പോ എന്താണ് വീട്ടിലുള്ളവരൊക്കെ എങ്ങനെയാണ് അതിനോട് റിയാക്ട് ചെയ്തത്? എന്താ അവര്, ഭാര്യയും അമ്മയും ഒക്കെ എന്താണ്, മക്കളൊക്കെ എന്താണ് പറഞ്ഞത്? അത് എന്ന് പറഞ്ഞു, ജനം ടി വി കാണണമായിരുന്നു, ജനം ടി വിയുടെ പേരെന്നെ മോഷ്ടിച്ചല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞു ജനം ഓട്ടോ ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്, ജനം ടി വി അല്ല. അത് പൊതുവെ ജനങ്ങൾ പറയണമാതിരി തന്നെ, പൊതുവെ നമ്മളെ വിരോധികൾ പറയണമാതിരി തന്നെ അവരും ആദ്യം ജനം ടി വി എന്നുള്ള അതിലേക്ക് തന്നെ വരുള്ളൂ. ജനം അത്ര ഫേമസ് ആണ്. ജനം ടി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമസ് ആണ്. അപ്പൊ ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ജനം ടി വി ആണ്, അല്ലാതെ പൊതുജനല്ല. പൊതുജനം എന്നുള്ള ആ ഒരു ഇത് പോയി ജനം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ജനം ടി വി. അപ്പൊ ഞാൻ അഭിമാനം കൊള്ളുന്നു. ജനം ഓട്ടോ എന്നുള്ള പേരിട്ടപ്പോ എന്നെ ആ ഒരു ഇതിൽ പരിചയപ്പെടുമ്പോ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഓട്ടോ കൊണ്ട് നിരത്തുകളിലേക്ക് പോകുമ്പോ ആദ്യമായിട്ട് ഇപ്പൊ കൂട്ടുകാരൊക്കെ ഓട്ടോ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരിക്കും, അവരുടെ ഇടയിലേക്കൊക്കെ ചെന്നപ്പോ എന്താണ് അവർ പറയുന്നത്? ഇതിൽ ഉണ്ടായ ഒരു പോസിറ്റീവ് വശം എന്തായിരിക്കും? പോസിറ്റീവ് വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് വശങ്ങളാണ് കൂടുതൽ. പോസിറ്റീവ് വശങ്ങളല്ലല്ലോ. നമ്മളെന്താ വെച്ചാൽ ഒരു കേസരി എന്ന് പേരായിട്ടോ അല്ലച്ചാൽ ഭാരതമാതാ എന്നുള്ള പേരായിട്ടോ ഒക്കെ നമ്മൾ അവതരിപ്പിക്കുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവ് ആയിരിക്കും നാട്ടിൽ നിന്ന് കിട്ടുന്നത്. നമ്മളെപ്പോലുള്ള ആൾക്കാർ കാലം മാറി ഇപ്പൊ വളരെ നല്ല അഭിപ്രായമാണ്. എന്താ വെച്ചാൽ ജനം എന്നും പറയും, കേസരി എന്നൊക്കെ പറയുമ്പോൾ വളരെ ആരാധകരുള്ള
ഒരു തന്നെ. അതുകൊണ്ടാണ് ഞാൻ എന്റെ ഫേസ്ബുക്ക് പോലും കേസരി എന്നുള്ള ഒരു കേസരി സുബ്ബു എന്നാക്കി. സുബ്രഹ്മണ്യം എന്നുള്ള പേര് ഞാൻ ഉപയോഗിക്കാതെ ഞാൻ കേസരി സുബ്ബു എന്നുള്ള ഒരു ഐഡിയയിലാണ് ഞാനിപ്പോൾ അറിയപ്പെടുന്നത്. പലരും എന്നെ അങ്ങനെ തന്നെ വിളിക്കുന്നത്. കേസരി എന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 30-35 വർഷമായിട്ട് എന്നെ കേസരി തന്നെ വിളിക്കുള്ളൂ. ഞങ്ങൾക്കും ഒരുപാട് സന്തോഷം. കാരണം ജനന്റിയുടെ 10ാം പിറന്നാളാണ്. അപ്പൊ ആ സമയത്ത് 9 വർഷങ്ങളായി ഞങ്ങളെ ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരാളുണ്ട് എന്ന് അറിയുമ്പോൾ ഒരു സന്തോഷം. ഞാനത് കുറെ മുന്നേ ആലോചിച്ചതാണ്. എന്താ വെച്ചാൽ എന്നെ പലരും അപവാദങ്ങൾ പറയുന്ന സമയത്ത് ജനം TV എന്റെ മുന്നിൽ എന്ന് വരും എന്നുള്ളത് എനിക്കൊരു കുറച്ച് വൈകിപ്പോയി ചേട്ടനെ കുറിച്ച് അറിയാന്നുള്ളതാണ്. എന്തായാലും ഇതിലും ഒപ്പം തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ വളരെ സജീവമായിട്ടുള്ള ഒരാളാണ്. അതെ, ഞാൻ പാർട്ടി പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളാണ്. അതേമാതിരി സേവാഭാരതി പ്രവർത്തനങ്ങൾ ഒക്കെ ആകർഷമായ ആളാണ്. അതുകൊണ്ട് നമ്മളെയും സഹായിക്കാൻ ആളുണ്ട്. ആ ഒരു വിങ്ങില് നല്ലത് പറയാനും അതുപോലെ ചീത്ത പറയാനും ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. എന്താ വെച്ചാൽ അങ്ങനെ നല്ലത് ചെയ്യുന്ന ആൾക്കാരെ സുരേഷ് ഗോപി സാറിനടക്കം നമ്മൾ കണ്ടതാണ്. ഇനി നമുക്ക് ഈ കേസരി ബോർഡ്, എനിക്ക് തോന്നുന്നു ജനത്തിനേക്കാൾ പണ്ട് മുതലേ ഈ വണ്ടിക്കൊപ്പമുള്ളതാണ് കേസരി. ഇത് സ്വന്തമായി എഴുതിയതാണ്, സ്വന്തമായി ഉണ്ടാക്കിയതാണ്, മോൾഡ് ചെയ്തതാണിത്. അപ്പൊ ഭാര്യയുടെ അച്ഛനാണ് ഇത് ഈ വർക്ക്. എന്റെ അച്ഛനും ഇവിടെ ഓട്ടുപാത്രപ്പണികളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അലുമിനിയത്തിലൊന്നും മാർപ്പുണ്ടായിരുന്നില്ല. ഇത് അലുമിനിയത്തിലുള്ള മോൾഡിംഗ് ആണ്. അപ്പോ എന്റെ ഭാര്യയുടെ അച്ഛൻ ഇതൊരു കല്ലട, ബസ്, അതേമാതിരി ബാറ് അങ്ങനെയുള്ള പ്രമുഖ സ്ഥാപനങ്ങളിലേക്ക് വക്കീലുമാരുടെ വണ്ടികൾക്ക് നമ്പർ, പിച്ചളയിലും അലുമിനിയത്തിലും തീർത്ത നമ്പറുകൾ ഒക്കെ തീർക്കാറുണ്ടായിരുന്നു. അത് കണ്ടുപഠിച്ചിട്ട് അതേമാതിരി ഞാൻ ജസ്റ്റ് കോപ്പി അടിച്ചത് തന്നെയാണ്. എല്ലാം കോപ്പിയാണ്. ആ പണി എനിക്കറിയാം. അച്ഛൻ എനിക്ക് പഠിപ്പിച്ചെന്ന പണിയുണ്ട്. പക്ഷെ ഞാനത് അധികം ചെയ്തിട്ടില്ല. ഞാൻ ബോംബെയിലും ഹൈദരാബാദിലുമായിട്ട് 2 കൊല്ലം കഴിഞ്ഞായിരുന്നു. അതിനുശേഷം മടങ്ങി വന്നിട്ട് ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയതാണ്. 90-ൽ തുടങ്ങിയതാണ് ഓട്ടോ ജീവിതം. 35 വർഷമായി. ഇപ്പൊ ഈ ജനത്തിന്റെ ലോഗോ ഒക്കെ എടുത്തിട്ട് ഇത് പ്രിന്റ് ചെയ്യണ സ്ഥലത്തേക്ക് പോയപ്പോ അവരൊന്നും പറഞ്ഞില്ലേ? അവര് പറഞ്ഞായിരുന്നു ഇങ്ങനെ ലോഗോ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞായിരുന്നു. സെയിം അടിച്ചാൽ മതി, അത് കുഴപ്പമില്ല, അത് ഞാൻ നോക്കിക്കൊണ്ട്. അത് ജനം TVയുടെ ഒരു സ്വന്തം ആള് എന്നുള്ള നിലയിൽ എനിക്ക് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. പ്രസ്സായിട്ട് ആരും കരുതില്ല. ജനത്തിന്റെ ഒരു ഓട്ടോറിക്ഷ, ഒരു ആരാധകൻ എന്ന് മാത്രമേ വിചാരിക്കുള്ളൂ. അത് ഞാനത് അവർ എന്നെ സമീപിക്കുമ്പോൾ ഞാനത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അടിച്ചോളൂ, അതേമാതിരി അടിച്ചോളൂ. പക്ഷെ ഇതിൽ ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇതിന് മുന്നത്തെ വണ്ടിയിൽ വളരെ കറക്റ്റ് ആയിരുന്നു. ഇതിൽ കുറച്ച് വ്യത്യാസങ്ങൾ, കുറച്ച് വ്യത്യാസം വന്നു. ലെറ്ററിൽ വ്യത്യാസം വന്നു. നമ്മുടെ ലോഗോ ഇപ്പൊ മാറുകയും ചെയ്തു, പുതിയ ലോഗോ ആണ്. പിന്നെ ജനം TVയുടെ ഒരു സ്ഥിരം പ്രേക്ഷകൻ എന്ന നിലയിലുള്ള ചോദ്യങ്ങളാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ആങ്കർ ആരായിരിക്കും ജനം TVയിലെ ഇപ്പൊ നിലവിലുള്ളതില്? ഇപ്പൊ നിലവിലുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ആങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടും നമ്പ്യാർ സാർ തന്നെയാണ്. അനിലേട്ടനാണ്. എന്താണ് അനിലേട്ടനോട് ഇത്രയും സ്നേഹം? നമ്പ്യാർ സാർ ചെയ്യുമ്പോ എന്തോ നമുക്കതൊരു ജീവൻ ഉള്ള പ്രോഗ്രാമായിട്ട് തോന്നുന്നുണ്ട്. വളരെ രസമായിട്ടുള്ള ഒരു മുഖഭാവവും എല്ലാം കാണിച്ചിട്ട് അതേമാതിരി ആരോടും ഈ വിദ്വേഷമില്ലാതെയാണ് ആള് സംസാരിക്കാറ്. എന്താ വെച്ചാൽ എതിർ പാർട്ടിക്കാർ വരുന്ന സമയത്തും അതേമാതിരി സ്വന്തം പാർട്ടിക്കാർ വരുന്ന സമയത്തും എല്ലാം ഒരേപോലെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് തോന്നാറ്. മറ്റു പാർട്ടിക്കാരിൽ അലറി വിളിക്കുന്ന പ്രകൃതമില്ല. വളരെ ശാന്തമായിട്ടുള്ള രൂപത്തിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും കേൾക്കാനുള്ള സഹിഷ്ണുത എല്ലാം കാണിക്കുന്നുണ്ട്. അതുപോലെ അത് ഒരുവിധം പൊതുവെ എല്ലാ ജനം TVയുടെ ഈ ആങ്കർമാർക്കും ഉണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ശ്യാംബാബു കോറത്തൊക്കെ ഓണ സമയത്ത് വളരെ ഇതായിരുന്നു, വളരെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോഴും ഉണ്ട്. പ്രദീപ് സാറൊക്കെ ഭയങ്കര ബ്രില്യന്റ് ആണ്. പിന്നെ ഇപ്പൊ ലക്ഷ്മി മാഡം പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ, എന്താ വെച്ചാൽ ഭയങ്കര കൗതുകത്തോട് കൂടിയിട്ട് ന്യൂസ് കാണണ്ടായിരുന്നു ലക്ഷ്മി മാഡം ഉള്ള സമയത്തൊക്കെ. അതേമാതിരി തന്നെയാണ് ന്യൂസ് വായിക്കുമ്പോൾ അത് പ്രത്യേക ശൈലിയായിരുന്നു. ഒരു ന്യൂസ് ആങ്കർ മാതിരിയല്ല, ഒരു വീട്ടിലെ ഒരു സംസാരം മാതിരി തന്നെ ഒരു ആങ്കറിങ് കൊണ്ടുപോകുന്ന ഒരു ഇതായിരുന്നു. ഇപ്പൊ പ്രത്യേകിച്ച് നീലിമ മാഡം, ശരിക്കും കൈരളിയിൽ നിന്ന് വന്ന നീലിമ മാഡം വളരെ ഇതായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് മറ്റുള്ളവരെ വെട്ടിലാക്കുന്ന ചോദ്യങ്ങളും എല്ലാം ചോദിച്ചിട്ട് വളരെ രസമായിട്ട് തോന്നുന്നു. ബാക്കി എല്ലാവരും മെച്ചാണ് കേട്ടോ. ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെച്ചാൽ എല്ലാ പുലികളെയും അതെ എല്ലാം നല്ലതായിട്ട് തോന്നുന്നു, നന്നായിട്ട് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെ തന്നെയാണ് സുബ്രിച്ചേട്ടന്റെ വിശേഷങ്ങൾ. നമ്മളിപ്പോ ഉള്ളത് സുബ്രിച്ചേട്ടന്റെ വീട്ടിലാണ്. അപ്പൊ നമുക്ക് ഫാമിലിയും കൂടി ഒന്ന് പരിചയപ്പെട്ടാലോ? ഫാമിലിയെ പരിചയപ്പെടാം, വിളിക്കാം. ഇതെന്റെ അമ്മയാണ്. 87 വയസ്സായി. 87 വയസ്സായി. അച്ഛനില്ല, അച്ഛൻ മരിച്ചിട്ട് 11 വർഷമായി. പിന്നെ ഇത് ഭാര്യയാണ്. പിന്നെ 3 പെൺകുട്ടികളാണ്. ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. അത് അയൽവാസികളാണ്. കൂട്ടുകാരന്റെ മക്കളാണ്. 2 കൂട്ടുകാരന്മാരുടെ മക്കളാണ്. ഇതാണ് സുബ്രിച്ചേട്ടന്റെ കുടുംബം. ചേച്ചിക്ക് ആരെയാണ് ജനം TVയിൽ ഏറ്റവും ഇഷ്ടം? എല്ലാരും ഇഷ്ടമാണ്. കാണാതിരിക്കും, വാർത്തകളൊക്കെ കാണും. ഈ ചേട്ടന് ഈ ഓട്ടോയിൽ ഈ പേര് എഴുതി വന്നത് കണ്ടപ്പോ എന്താ തോന്നി? നല്ല അഭിപ്രായം തോന്നി. ആണോ? ചേച്ചിയോട് പറഞ്ഞിട്ടാണോ പോയിട്ട് എഴുതിട്ട് വന്നത്, അതോ എഴുതി വന്നപ്പോഴാണോ ആദ്യമായിട്ട് കാണണേ? എഴുതി വന്നപ്പോഴാ കാണണേ. കണ്ടതിൽ ഒരുപാട് സന്തോഷം.
ഇനി തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ ഓഫീസിലേക്ക് വരിക. അപ്പൊ എല്ലാവരും നേരിട്ട് കാണാം, ജനൻ ടിവിയുടെ സംവിധാനങ്ങളൊക്കെ കാണാം. ഓക്കെ, അപ്പൊ നന്ദി. 10 വയസ്സ് ആഘോഷിക്കുന്ന ജനൻ ടിവിക്ക് പ്രത്യേക ആശംസകൾ നേരുന്നു. താങ്ക് യു. ഡാർക്ക് നെറ്റ് ലഹരിക്കേസിലെ മുഖ്യപ്രതി എഡിസൺ ബാബുവുമായി ബന്ധമുള്ള വിദേശ മലയാളികളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ച NCB. കൂടുതൽ ചോദ്യം ചെയ്യലിനായി ചെന്നൈ, ഹൈദരാബാദ് NCB യൂണിറ്റുകളും കൊച്ചിയിലേക്ക് എത്തും. ഓസ്ട്രേലിയയിലേക്ക് ലഹരിക്കടത്തിയ കേസിൽ അറസ്റ്റിലായ ഡിയോളിന്റെ ഭാര്യ അഞ്ജു ഡേവിസിനെയും കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട്. അരുൺ, എങ്ങനെയാണ് നിലവിലത്തെ അന്വേഷണം പുരോഗമിക്കുന്നത്? വലിയ രീതിയിലുള്ളൊരു അന്വേഷണം വ്യാപിപ്പിക്കുക എന്നുള്ള ഒരു പ്രധാന നിർദ്ദേശമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കൊച്ചി കേന്ദ്രീകരിച്ചുകൊണ്ട് നിശാ പാർട്ടികളടക്കം നടക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. ഒരു മയക്കുമരുന്നുകളുടെ ഒരു ഹബ്ബായി കൊച്ചി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാപകമായ ഒരു പരിശോധനയാണ് എല്ലാ ഇടങ്ങളിലും നടത്തുന്നത്. ഇതിൽ തന്നെ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ പരിശോധന വ്യാപിപ്പിക്കുന്നതിനൊപ്പം തന്നെ നിലവിൽ പിടിയിലായിട്ടുള്ളവരെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ തേടിക്കൊണ്ട് ഇവരുടെ അടിവേരുകൾ തേടിയുള്ള കൃത്യമായ ഒരു അന്വേഷണം നടത്താൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൂടുതൽ ആളുകളിലേക്ക്, പ്രത്യേകിച്ച് വിദേശ മലയാളികളിലേക്ക് അടക്കം ഈ അന്വേഷണം മാറുന്നത്. രാജ്യത്തിന് അപ്പുറത്തേക്ക് ഈ മുഖ്യ കണ്ണികൾ ഉണ്ട് എന്നുള്ള ഒരു സൂചനകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൊച്ചിയെ സംബന്ധിച്ചോളം വലിയൊരു ഞടുക്കമുണ്ടാക്കിയ ഒരു കേസ് തന്നെയായിരുന്നു. കാരണം അത്തരം ഒരു വലിയ പ്രതിസന്ധിയിലൂടെയായിരുന്നു ഈ അന്വേഷണം ആദ്യഘട്ടത്തിൽ മുന്നോട്ട് പോയത്. കൃത്യമായി തന്നെ തെളിവുകളൊക്കെ തന്നെ ശേഖരിക്കുന്നതിനൊക്കെ തന്നെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. എന്തായാലും കൂടുതൽ ആളുകളിലേക്ക്, വിദേശ മലയാളികളിലേക്ക് അടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യും. അതോടൊപ്പം തന്നെ കൂടുതൽ യൂണിറ്റുകൾ കൊച്ചിയിലേക്ക് എത്തി ഈ അന്വേഷണം വിപുലീകരിക്കുന്ന ഭാഗം കൂടിയാണ്, രാജ്യമൊന്നാകെ ഈ ഒരു അന്വേഷണം വിപുലീകരിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് ഇപ്പോഴുള്ള നടപടി. വിഷ്ണു, ശരി. അരുൺ കൊടുങ്ങൂരാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കല്ലമ്പലത്തെ രാസലഹരി കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. 5 കോടി രൂപയുടെ MDMAയുമായി പിടിയിലായ പ്രതി സഞ്ജു DYFIയുടെ സജീവ പ്രവർത്തകനെന്ന് കണ്ടെത്തൽ. സഞ്ജുവിന്റെ ലഹരി ഇടപാടുകളിൽ സിനിമാ ബന്ധമുള്ളതായും സൂചന. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, നിർണായകമായ കണ്ടെത്തലുകൾ പുറത്തു വരുന്നുണ്ട്. അതിൽ ഏറെ ശ്രദ്ധേയം ഈ പ്രതിക്ക് DYFI ബന്ധം എന്നുള്ള കാര്യമാണ്. DYFIയുടെ സജീവ പ്രവർത്തകനാണ് സഞ്ജു എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സഞ്ജുവിൻ്റെ ലഹരി ഇടപാടുകളിൽ സിനിമാ ബന്ധവും ഉള്ളതായും സൂചനകളുണ്ട്. എന്തായാലും നിർണായകമായ ചില കണ്ടെത്തലുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 5 കോടി രൂപയുടെ MDMAയുമായാണ് സഞ്ജു പിടിയിലായത്. പ്രശാന്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, നിർണായകമായ കണ്ടെത്തലുകൾ അത് നയിക്കുന്നത് മറ്റ് പലരിലേക്കും ആണ്. ഒരുപക്ഷെ ഈ ഒരു അന്വേഷണം കടന്നു ചെല്ലുമ്പോൾ പല പ്രമുഖരും പിടിയിലാകുമെന്നുള്ളൊരു കാര്യമല്ലേ ഉള്ളത്? വിഷ്ണു, അന്വേഷണം കാര്യക്ഷമമായി പുരോഗമിക്കുകയാണെങ്കിൽ വിഷ്ണു സൂചിപ്പിച്ച പോലെ തന്നെ പലരെയും ഇതുമായി ബന്ധപ്പെട്ട് പിടികൂടാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. തിരുവനന്തപുരത്ത് കല്ലമ്പലം, ഈ വർക്കല കേന്ദ്രീകരിച്ച്, വിനോദസഞ്ചാര മേഖല കേന്ദ്രീകരിച്ച് ലഹരിയുടെ വലിയ ഒരു ശൃംഖല തന്നെയുണ്ട്. ആ ശൃംഖലയിലെ ഒരു പ്രധാന കണ്ണിയാണ് ഈ ഡോൺ എന്ന് വിളിക്കുന്ന സഞ്ജു എന്ന് പറയുന്നത്. നേരത്തെയും പലതവണ സഞ്ജുവിനെ ഇതുമായി ബന്ധപ്പെട്ട ലഹരി കേസുകളിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഏറ്റവും പുതുതായി പറയുന്നത് ഈ സഞ്ജുവിൻ്റെ രാഷ്ട്രീയ ഇടപെടൽ കൂടിയാണ്. സഞ്ജു സജീവ DYFI പ്രവർത്തകൻ ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കല്ലമ്പലം മേഖലകളിൽ ചിറ്റായിക്കോട് ഭാഗത്ത് സജീവ DYFI പ്രവർത്തകനായി ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചിത്രങ്ങളടക്കം നമുക്ക് ലഭിക്കുകയും ചെയ്തു. മാത്രമല്ല ഇടത് അനുഭാവി കൂടിയാണ്, CPM അനുഭാവി കൂടിയാണ് എന്നാണ് നമുക്ക് ആ പ്രദേശത്ത് നിന്നുള്ള റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. പ്രാദേശികമായി നമ്മൾ അന്വേഷിച്ചപ്പോഴെല്ലാം അറിയാൻ കഴിയുന്നത് ഈ ഇടത് ബന്ധം തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ് ഇദ്ദേഹത്തെ, ഈ സഞ്ജുവിനെ ഇത്രയും നാൾ സംരക്ഷിച്ച് നിർത്തിയതെന്നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വരുന്ന വഴി ഡാൻസ് ഓഫ് ടീം ഈ സഞ്ജുവിനെയും കൂടെ ഒപ്പമുണ്ടായിരുന്നവരെയും അറസ്റ്റ് ചെയ്യുന്നത്. 5 കോടി രൂപയ്ക്ക് മുകളിൽ വിലമതിക്കുന്ന MDMAയുമായി ഏകദേശം 1.25 കിലോ MDMA ആണ് ഈ സഞ്ജുവിൽ നിന്നും പിടികൂടിയത്. മാത്രമല്ല 17 ലിറ്റർ വിദേശ മദ്യവും അദ്ദേഹം കടത്തുകയും ചെയ്തു, സഞ്ജു കടത്തുകയും ചെയ്തു. സഞ്ജുവിനൊപ്പം മറ്റ് കൂട്ടുപ്രതികളും ഉണ്ടായിരുന്നു. ഒരു വാഹനത്തിൽ, ഇന്നോവ വാഹനത്തിൽ സഞ്ജുവും ഈ കൂട്ടുപ്രതികളും, അതോടൊപ്പം തന്നെ പിന്നിലുണ്ടായിരുന്ന പിക്കപ്പ് വാഹനത്തിലാണ് ഈ MDMA കടത്തിയത്. ആ MDMA പിക്കപ്പ് വാഹനത്തിലെ
ഒളിപ്പിച്ച നിലയിലായിരുന്നു. അതായത് ഈന്തപ്പഴത്തിൻ്റെ കൂട്ടത്തിൽ ചെറു കവറുകളിലായി ഒളിപ്പിച്ച നിലയിലായിരുന്നു ഈ MDMA. അതിനുശേഷമാണ് പോലീസിൻ്റെ ഒരു അന്വേഷണം നടക്കുന്നത്. റൂറൽ പോലീസ് മേധാവിയുടെ ബ്രീഫിംഗ് അടക്കമുണ്ടായിരുന്നു ഈ വിഷയത്തിൽ. ഇതുമായി ബന്ധപ്പെട്ട് 5 കോടിക്ക് മുകളിൽ വിലമതിക്കുന്ന MDMA ആണ് അദ്ദേഹം കടത്തിയത്. ഈ സഞ്ജു കടത്തിയത് ഡോൺ എന്ന പേരിലാണ് ഈ വർക്കല മേഖലകളിലൊക്കെ ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. വലിയ രീതിയിൽ ലഹരി വിൽപ്പന നടത്തുന്ന ഒരു ആൾ കൂടിയാണ് സഞ്ജു എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും വിനോദസഞ്ചാര മേഖലകൾ കേന്ദ്രീകരിച്ചാണ് വലിയ ലഹരിയുടെ വ്യാപനവും ശൃംഖലയും ഒക്കെ ഉണ്ട്. നേരത്തെയും ഈ സഞ്ജു നിരവധി ലഹരി കേസുകളിൽ അറസ്റ്റിലായിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തെ കൂടുതൽ പോലീസ് തടങ്കലിൽ വയ്ക്കാനോ അല്ലെങ്കിൽ പിടിക്കുവാനോ ഒന്നും തയ്യാറായിട്ടില്ല. മാത്രമല്ല സഞ്ജുവിനെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ളൊരു അന്വേഷണമൊന്നും നടന്നിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ രീതിയിലുള്ളൊരു അളവിൽ MDMA കടത്തുവാൻ അദ്ദേഹത്തിന് കാരണമാവുകയും ചെയ്തത്. മാത്രമല്ല സിനിമാ ബന്ധമടക്കമുള്ളതായിട്ടാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സഞ്ജുവിന് സിനിമാ ബന്ധമടക്കമുണ്ട്. ഈ സിനിമാ മേഖലകളിലടക്കം ഈ ലഹരി എത്തിക്കുന്നതിൽ സഞ്ജുവിൻ്റെ പങ്കുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ച് വരികയാണ്. എന്തായാലും വലിയൊരു ശൃംഖല തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുവെന്നാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയ ബന്ധവും ഈ ലഹരി വിൽപ്പനകൾക്ക് തണലായി അല്ലെങ്കിൽ കൂട്ട് ആയി മാറിയത് എന്നും ആക്ഷേപമുണ്ട്. കാരണം DYFIയുടെ സജീവ പ്രവർത്തകനാണ്. കഴിഞ്ഞ 5 കൊല്ലം വരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആളായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇടത് നേതാക്കളുമായിട്ടെല്ലാം വലിയ രീതിയിൽ ബന്ധം വെച്ച് പുലർത്തുന്ന ആളാണ് എന്നും ആ പ്രാദേശികമായ സ്ഥലത്തു നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് സഞ്ജുവിന് ഈ ലഹരി വിൽപ്പനയ്ക്ക് കൂട്ടായി നിന്നത് അല്ലെങ്കിൽ ഇത്രയും നാൾ പോലീസിൽ നിന്ന് വലിയ രീതിയിലുള്ളൊരു പിടികൂടലോ അല്ലെങ്കിൽ പിടികൂടാൻ സാധിക്കാതെ നിന്നതിൻ്റെ ഒരു കാരണം ഈ ലഹരി വിൽപ്പനയാണ് അല്ലെങ്കിൽ ലഹരി വിൽപ്പനയോടൊപ്പം ഈ രാഷ്ട്രീയ ബന്ധങ്ങൾ കൂടിയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഇതിലെ ശൃംഖലകളിൽ മറ്റ് കണ്ണികൾ ആരൊക്കെയാണ്, ഉന്നതർ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷിച്ച് വരുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പോലീസിൻ്റെ ഭാഗത്ത് ലഭിക്കുമെന്ന് വേണം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇത് നമ്മൾ നിലവിലെ ഒരു അന്വേഷണത്തിലാണ് ഈ രാഷ്ട്രീയ ബന്ധവും വെളിപ്പെടുന്നത്. ഈ രാഷ്ട്രീയ ബന്ധമൊക്കെയാണ് ഇത്തരത്തിൽ ഈ ലഹരി വിൽപ്പനയ്ക്ക് പോലീസിന്റെ ഭാഗത്തൊക്കെ നടപടി ഉണ്ടാകുന്നതിൽ തടഞ്ഞു നിർത്തിയതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വിഷ്ണു. ശരി, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ സ്കൂൾ സമയമാറ്റത്തിൽ സമസ്തയ്ക്ക് മുന്നിൽ CPM മുട്ടുകുത്തുന്നു. മുസ്ലിം വോട്ടുകൾ കൂടി നേടിയാണ് CPM അധികാരത്തിലെത്തിയതെന്ന് ഊട്ടിയുറപ്പിക്കുകയാണ് സമസ്ത. അതേസമയം പിടിവാശി വിട്ട് സമസ്തയുടെ ആവശ്യം പോലെ ചർച്ചയ്ക്ക് ഒരുങ്ങുകയാണ് സർക്കാരും. സ്കൂൾ സമയമാറ്റ വിഷയത്തിൽ ധിക്കാരമില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രി തുറന്നു പറയുമ്പോൾ CPMന്റെ മുസ്ലിം ഭയം കൂടിയാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേർന്നുണ്ട്. ടിൻഡു, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമസ്ത ഇന്നലെ മുഖ്യമന്ത്രിക്ക് അയച്ച കത്ത് തന്നെയാണ്. ആ കത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: അനാവശ്യമായിട്ടുള്ള കടംപിടുത്തം അവസാനിപ്പിക്കണം. മുസ്ലിം വോട്ടുകൾ കൂടി നേടിയാണ് CPM 2014-ലും 2021-ലും അധികാരത്തിൽ വന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും തീരുമാനിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഈ സമയമാറ്റ പ്രശ്നത്തിൽ സംഘടനകളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തണമെന്നാണ് മുഖ്യമന്ത്രിക്ക് കത്തെഴുതിയിട്ടുള്ളത്. ആദ്യം, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയുടെ പ്രതികരണത്തിൽ ഏതെങ്കിലും മതസംഘടനകൾക്ക് വേണ്ടിയിട്ടോ ഏതെങ്കിലും സംഘടനകൾക്ക് വേണ്ടിയിട്ടോ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ പാഠ്യരീതിയിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല എന്നൊരു നിലപാടെടുത്തിരുന്ന മന്ത്രി V. ശിവൻകുട്ടി സമസ്തയുടെ കത്ത് വന്നതിന് പിന്നാലെ ചർച്ചയ്ക്ക് ഒരുങ്ങുകയാണ് ചെയ്തത്. നമുക്കറിയാം, ഈ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടങ്ങളിൽ തന്നെ സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ എതിർത്ത് നിൽക്കുകയായിരുന്നു. അവരുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മന്ത്രി V. ശിവൻകുട്ടി അറിയിച്ചത്. പക്ഷേ ഇത്തരത്തിലൊരു കത്ത് വരികയും സമസ്ത ഈ വിഷയത്തിൽ ഇണഞ്ഞു നിൽക്കുകയും ചെയ്യുമ്പോൾ സർക്കാരിനും മുന്നണിക്കും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിക്കും അവരുടെ തീരുമാനത്തിനൊപ്പം തലകുനിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. ഈ വരുന്ന ചൊവ്വാഴ്ചയാണ് വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് ചർച്ചയ്ക്ക് ഒരുങ്ങുമ്പോൾ ഇവരുടെ ആവശ്യം പരിഗണിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലാത്തൊരു ഘട്ടത്തിലേക്ക് വരും. കാരണം നമുക്കറിയാം, സംസ്ഥാനത്ത് LDF മുന്നണി അല്ലെങ്കിൽ ഈ ഇടതുപക്ഷം എങ്ങനെയാണ് മുസ്ലിം പ്രീണനം നടത്തുകയും അവരുടെ വോട്ടുകൾ പെട്ടിയിലാക്കുകയും പിന്നീട് അധികാരത്തിൽ വരികയും അവരെ സുഖിപ്പിക്കുകയും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള നയങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് എല്ലാ കാലഘട്ടത്തിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഒരു പക്ഷേ ഇടതു മുന്നണിയെ താങ്ങി നിർത്തുന്ന വോട്ടുകൾ കൂടിയാണ് മുസ്ലിം വോട്ടുകൾ. ആ മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPIയുടെ അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ
സമയമാറ്റവുമായി ബന്ധപ്പെട്ട് സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് CPIയുടെ അധ്യാപക സംഘടന ഉൾപ്പെടെ അനുകൂലമായിട്ടൊരു തീരുമാനമാണ് എടുത്തത്. സർക്കാർ ഉൾപ്പെടെ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ സംഘടനകൾ അതിന് അനുകൂലമായി നിൽക്കുകയും പിന്നീട് ഇത്തരത്തിൽ വരുന്ന മന്ത്രിയുടെ നയമാറ്റം, ആ നയമാറ്റത്തിൽ സംഘടനകൾക്ക് വിമുഖത ഉണ്ടാകുകയും സംഘടനകൾ എതിർക്കുകയും ചെയ്യുന്നു. സമസ്തയ്ക്ക് വേണ്ടിയിട്ട് മുട്ടുകുത്തുകയും സമസ്തയ്ക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ സമയമാറ്റത്തിൽ സമസ്തയ്ക്ക് അനുകൂലമായിട്ട് തീരുമാനമെടുക്കുമ്പോൾ ഈ അധ്യാപക സംഘടനകളോട് മുന്നണികൾ അല്ലെങ്കിൽ മുന്നണിയും അതോടൊപ്പം തന്നെ CPM-ഉം എന്ത് മറുപടി പറയുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPI എന്ന് പറയുമ്പോൾ നമുക്കറിയാം മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയും കൂടിയാണ്. അവരുടെ അധ്യാപക സംഘടനയാണ് ഇത്തരത്തിൽ സർക്കാർ ഇവർക്ക് അനുകൂലമായൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ എതിർപ്പ് അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ വലിയ രീതിയിലുള്ളൊരു ഒരു 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 തർക്കം ഈ വിഷയത്തിൽ ഉടലെടുക്കുന്നുണ്ട്. എന്തായാലും സമസ്തയ്ക്ക് മുന്നിൽ CPM-ന് മുട്ടുകുത്തിയേ പറ്റൂ. കാരണം വരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ്. അതുകൊണ്ട് തന്നെ സമസ്തയെ എതിർത്തുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് കടക്കാൻ സാധ്യതയില്ല എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടതായിട്ട് വരും. വിഷ്ണു. ശരി, ടിൻറ്റുവാണ് വിവരങ്ങൾ നൽകിയത്. ആശങ്കയായി പാലക്കാട് വീണ്ടും നിപ്പ. പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച മണ്ണാർക്കാട് കുമാരംപുത്തൂർ സ്വദേശിക്കാണ് നിപ്പ സ്ഥിരീകരിച്ചത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് 58-കാരന് രോഗബാധ സ്ഥിരീകരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, എന്തായാലും ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ്. എന്നിരുന്നാൽ കൂടിയും ജാഗ്രത വേണം. ഒപ്പം മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് പുറത്തു വരുന്നത്? ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടെയാണ് 58-കാരൻ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ഈ സമയത്ത് തന്നെ നിപ്പയാണോ എന്ന തരത്തിലൊരു സംശയം ഉണ്ടായിരുന്നു. തുടർന്ന് പ്രാഥമിക പരിശോധന നടത്തുകയുണ്ടായി. ഇതിൽ നിപ്പയാണ് എന്ന തരത്തിലൊരു അനുമാനത്തിൽ അവർ എത്തുകയായിരുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് നിപ്പ സ്ഥിരീകരിച്ചത്. ഏതായാലും മണ്ണാർക്കാട് കുമരംപുത്തൂർ ചെങ്ങലീരി സ്വദേശിക്കാണ് ഇത്തരത്തിൽ വീണ്ടും നിപ്പ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നിപ്പ ഈ വ്യക്തിക്ക് സ്ഥിരീകരിച്ചതോടെ ഈ വ്യക്തിയുടെ വീടിന് 3 കിലോമീറ്റർ ചുറ്റളവിൽ പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ട്. കണ്ടെയ്ൻമെന്റ് സോണുകൾ ഉടൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. 58-കാരന്റെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കാര്യം വീണ്ടും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഒരു 38-കാരിക്ക് മണ്ണാർക്കാടിന്റെ തൊട്ടടുത്തുള്ള നാട്ടുകൽ സ്വദേശിയായ 38-കാർക്ക് ഇത്തരത്തിൽ നിപ്പ സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇവരുടെ സമ്പർക്ക പട്ടികയിലുള്ള ആളുകൾക്കൊക്കെ പരിശോധനയിൽ നെഗറ്റീവ് ആണ്. പക്ഷെ അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു വ്യക്തിക്ക് കൂടി ഇങ്ങനെ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷെ രണ്ട് പ്രദേശങ്ങളാണ് എന്നുള്ളതുകൊണ്ട് മണ്ണാർക്കാടിന്റെ തന്നെ 2 മേഖലകളാണിത് എന്നുള്ളതും പ്രത്യേകതയാണ്. ഏതായാലും ഒരു വ്യക്തിക്ക് കൂടി ഇത്തരത്തിൽ മരിച്ച വ്യക്തിക്ക് കൂടി നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ് ആരോഗ്യ വകുപ്പ്. പ്രധാനമായിട്ടും ക്വാറന്റൈനിൽ പോകാൻ വേണ്ടി ഈ സമ്പർക്ക പട്ടികയിലുള്ളവരോടൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അവിടെ കണ്ടെയ്ൻമെന്റ് സോണാക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവും. ആരോഗ്യവകുപ്പ് ഉടൻ തന്നെ ഒരു യോഗം ചേരുന്നുണ്ട് എന്നുള്ളതാണ്. ആ യോഗത്തിന് ശേഷം അധികൃതർ ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ശരി, അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്. അന്താരാഷ്ട്ര തലത്തിൽ നിന്നും ചില പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി പുറത്തുവരികയാണ്. ഖത്തറിന്റെ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഹമാസ് തള്ളിയതായി സൂചന. തുറന്ന ചർച്ചകൾക്ക് ഇസ്രായേൽ സന്നദ്ധത അറിയിച്ചെങ്കിലും ഹമാസ് അനുകൂല നിലപാടല്ല ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഗാസയിൽ വിന്യസിച്ച ഇസ്രായേൽ സൈനിക വിഭാഗങ്ങളെ പിൻവലിക്കുന്നത് സംബന്ധിച്ചാണ് തർക്കങ്ങൾ തുടരുന്നത്. റാഫ അതിർത്തിയിൽ ഉൾപ്പെടെ 3 കിലോമീറ്ററോളം ബഫർ സോൺ വേണമെന്ന നിർദ്ദേശമാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത്. 700 മീറ്റർ മുതൽ 1 കിലോമീറ്റർ വരെ ബഫർ സോൺ ആകാമെന്ന നിലപാടാണ് ഹമാസിനുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജോസ് ചേർന്നുണ്ട്. ഐസൻ, പശ്ചിമേഷ്യൻ സംഘർഷം അത് ലഘൂകരിക്കുന്ന ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോൾ അതിന് വഴങ്ങുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ ഇസ്രായേലും തങ്ങളുടെ നിലപാട് ആവർത്തിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് ഇപ്പോൾ ഈ യുദ്ധം വീണ്ടും ഒരു സങ്കീർണാവസ്ഥയിലേക്ക് പോകുമോ എന്ന ആശങ്ക തന്നെയാണുള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 60 ദിവസത്തെ വെടിനിർത്തൽ ട്രംപ് മുന്നോട്ട് വയ്ക്കുകയും ഇസ്രായേലും അതുപോലെ തന്നെ ഹമാസും തത്വത്തിൽ അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. തുടർ ചർച്ചകളുടെ ഭാഗത്താണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത് എന്നതാണ് വലിയൊരു പ്രതിസന്ധിയും വെല്ലുവിളിയുമായി മാറിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ബഫർ സോൺ സംബന്ധിച്ച വിഷയം തന്നെയാണ്. ബഫർ സോണുകൾ, അതായത് അതിർത്തികളിൽ 2 സൈന്യത്തിനും എത്താൻ പാടാത്ത
എത്തിപ്പെടാത്ത രീതിയിൽ അല്ലെങ്കിൽ അവിടെ സാന്നിധ്യം അറിയിക്കാത്ത രീതിയിലുള്ള ഒരു മേഖല വേണം എന്ന നിലപാടാണ് ഈ ബഫർ സോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് 3 കിലോമീറ്ററോളം വീതിയുള്ള അല്ലെങ്കിൽ അത്രയും പോകുന്ന ഒരു സ്ട്രിപ്പായി വേണം എന്നൊരു നിലപാടാണ് ഇസ്രയേൽ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അത് 700 മുതൽ 1 കിലോമീറ്റർ വരെ, ഒരു 700 മീറ്റർ മുതൽ 1 കിലോമീറ്റർ വരെ വീതിയിലുള്ള ബഫർ സോണുകളാകാം എന്നൊരു നിലപാടാണ് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ തന്നെയാണ് ആദ്യം തന്നെ പ്രശ്നങ്ങൾ ഉയരുന്നത്. അതുപോലെ തന്നെ റഫ അതിർത്തിയിലും ഇത്തരത്തിലുള്ള നിലപാടുകൾ ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഒരു വിഷയമെങ്കിൽ മറ്റൊരു സുപ്രധാന വിഷയം എന്ന് പറയുന്നത് ബന്ദികളുടെ മോചനം തന്നെയാണ്. 25 ബന്ദികൾ ജീവിച്ചിരിക്കുകയും 24 ബന്ദികൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 50ഓളം ബന്ദികളുള്ളതിൽ ഒരാളെ മോചിപ്പിച്ചിരുന്നു ഇക്കഴിഞ്ഞ ദിവസം. അവനെ 49 പേരാണ് അവിടെ തുടരുന്നത്, ബന്ദികളായി തുടരുന്നത്. ബന്ദികളായി തുടരുന്നവരെ മുഴുവൻ പേരെയും 60 ദിവസത്തിനുള്ളിൽ വെടിനിർത്തൽ കാലയളവിൽ മോചിപ്പിക്കണമെന്നൊരു നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അത് സാധ്യമല്ല. അതായത് 18ഓളം മൃതദേഹങ്ങളും 10 ബന്ദികളെയും വിട്ടു നൽകാമെന്നാണ് ഹമാസിന്റെ ഒരു നിലപാട്. ഇത്തരത്തിൽ പരസ്പരം തീരുമാനിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ചില സംഘർഷങ്ങൾ നിറഞ്ഞ തീരുമാനങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിക്കുമോ എന്ന ആശങ്കയാണ്. അതേസമയം നേരത്തെ ട്രംപ് സൂചിപ്പിച്ചതുപോലെ കർശന നിർദ്ദേശം ഹമാസിന് നൽകിയിരിക്കുന്നു. ഇസ്രായേൽ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നേരത്തെ ആദ്യഘട്ടത്തിൽ, അതായത് തെരഞ്ഞെടുക്കപ്പെട്ട വേളയിലൊക്കെ ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പറഞ്ഞ ഗാസയെ ഒരു റിവേറയാക്കും അല്ലെങ്കിൽ കടലോര വിശ്രമ കേന്ദ്രമാക്കും എന്ന രീതിയിലൊക്കെ ഉണ്ടായ പ്രസ്താവനകൾക്കനുസരിച്ച് ഗാസയിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നത് ഉൾപ്പെടെ തയ്യാറാണ് എന്ന നിലപാട് ബെഞ്ചമിൻ നെതന്യാഹു അറിയിക്കുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യത്തിൽ ആ തരത്തിലുള്ള നീക്കങ്ങളും കൂടി നടത്തേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ കർശനമായ നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുർബലമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ പ്രോക്സികളായ ഹമാസിനെയും അതുപോലെ ഹൂതി ഭീകരരെയും സ്വാഭാവികമായും ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെയും കാര്യമായി ആക്രമണത്തിന് നേരിടേണ്ട ഒരു സാഹചര്യം, ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഒഴിവാകുമെന്ന പ്രതീക്ഷയും നിലനിൽക്കുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനും മെക്സിക്കോയ്ക്ക് 30% താരിഫ് ചുമത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തിരിച്ച നികുതി ചുമത്തിയാൽ നിലവിലേതിനേക്കാൾ ഉയർന്ന താരിഫ് ചുമത്തുമെന്ന മുന്നറിയിപ്പാണ് ഉള്ളത്. താരിഫ് ചുമത്തിയ നടപടിയെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ എതിർത്തു. കൂടുതൽ വിവരങ്ങളുമായി ഐസൻ ജോസ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. ഐസൻ, ട്രംപിന്റെ ഒരു നിർണായകമായ പ്രഖ്യാപനം ഇവിടെ വീണ്ടും ഉണ്ടാവുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും ട്രംപിന്റെ ഏറ്റവും നിർണായകമായ പ്രഖ്യാപനം എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനുമായി ചർച്ചകൾ തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു. നമുക്കറിയാവുന്നതാണ്, 27ഓളം രാജ്യങ്ങൾ ഉൾപ്പെടുന്ന യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന ആ സംവിധാനവുമായി ഈ എക്സ്പോർട്ട് സംബന്ധിച്ച ചർച്ചകൾ തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് അതിലൊരു ധാരണ എത്താത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായി. യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ ഉർസുല വോൺ ഡെർ ലെയൻ എല്ലാം തന്നെ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെടുകയും ചർച്ചകൾ തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു അന്തിമ രൂപം ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ ചർച്ചകൾ തുടർന്നു പോകുന്ന ഒരു സാഹചര്യം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നികുതി ചുമത്താതെ നിവൃത്തിയില്ല എന്ന നിലപാടാണ് ട്രംപ് അറിയിക്കുകയും സ്വാഭാവികമായും 30% അധിക താരിഫ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 30% അധിക താരിഫ് നിർണയിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമുണ്ടായത്. ഈ തീരുമാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഫ്രഞ്ച് പ്രസിഡന്റിന്റെ എതിർപ്പ് തന്നെയാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് വളരെ കൃത്യമായി ആ താരിഫ് ചുമത്തിയതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ആ എതിർപ്പ് തന്നെയാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ വലിയൊരു പ്രശ്നമായി വരാനുള്ള ഒരു സാധ്യത. ഫ്രഞ്ച് പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റിന്റെ അധിക താരിഫ് നയങ്ങളോട് കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന് അറിയാനും സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഏറ്റവും ഗൗരവമേറിയ ഒരു വിഷയം, പകരച്ചുങ്കം ഇനി ഏർപ്പെടുത്തുകയാണെങ്കിൽ കൂടുതൽ കടുത്ത നികുതി സ്ലാബിലേക്ക് കടക്കുമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകുകയും ചെയ്യുന്നുണ്ട്. അത് യൂറോപ്യൻ യൂണിയന്റെ കാര്യമാണെങ്കിൽ മെക്സിക്കോയുടെ കാര്യത്തിൽ വളരെ കൃത്യമായൊരു നിലപാടാണ് ട്രംപ് വീണ്ടും അറിയിക്കുന്നത്. മെക്സിക്കോയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകളെല്ലാം തന്നെ അമേരിക്കയിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായും അതിർത്തിയിലെ പ്രശ്നങ്ങളുണ്ട്. ഈ രണ്ട് പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട് മെക്സിക്കോ എങ്കിൽ കൂടി ഉദ്ദേശിച്ച വേഗവും കാര്യക്ഷമതയും അക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് 30% അധിക താരിഫ് മെക്സിക്കോയ്ക്കും ചുമത്തുമെന്ന നിലപാട് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഓഗസ്റ്റ് 1 മുതലാണ് പുതുക്കിയ താരിഫ് നിരക്കുകൾ പുറത്തുവരിക. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 17ഓളം രാജ്യങ്ങൾക്ക് പുതുക്കിയ താരിഫ് 1-ാം തീയതി മുതൽ നടപ്പാക്കാനുള്ള തീരുമാനം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. ജൂലൈ 9 മുതലാണ് നേരത്തെ നടത്താൻ അധിക താരിഫ് ചുമത്താനുള്ള നീക്കങ്ങൾ നടത്താനുള്ള നടപടികളെങ്കിൽ ഇന്ന് അതൊരു മാസത്തേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 9 മുതൽ ആരംഭിക്കുമെന്ന നിലപാടാണ് നേരത്തെ തന്നെ ട്രംപ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഐസൻ ജോസ് ആണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്. ലോകം നേരിടുന്ന വെല്ലുവിളികളിൽ ഏറ്റവും പ്രധാനമാണ് കാലാവസ്ഥാ വ്യതിയാനം. അനിയന്ത്രിതമായ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിലേക്ക് വഴിതെളിയിച്ച
ആഗോളതാപനം ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ വിളിച്ചു വരുത്തിയത്. 2050 ആഗോള ശരാശരി താപനില 2 ഡിഗ്രിയോളം ഉയരുമെന്നാണ് കണക്ക്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ വെല്ലുവിളികളെക്കുറിച്ച് സംസാരിക്കുകയാണ് ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ശാസ്ത്രജ്ഞൻ പ്രൊഫസർ SK സതീഷ്. ജനം TV-ക്ക് നൽകിയ ഹ്രസ്വ അഭിമുഖത്തിലേക്ക്. കാലാവസ്ഥാ വ്യതിയാനം വലിയൊരു വെല്ലുവിളിയായി തന്നെ ലോകം നേരിടുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ തിവേച്ച സെൻറ്റർ ഫോർ സയൻസസിലെ ഒരു ശാസ്ത്രജ്ഞൻ കൂടിയായ പ്രൊഫസർ SK സതീഷ് നമ്മോടൊപ്പം ചേരുന്നത്. സതീഷ് സാറിനോട് ചോദിക്കേണ്ടത് എന്തുകൊണ്ട് ഇത്രയും വലിയ ആഘാതങ്ങൾ ഈ ഇത്തരത്തിലുള്ള ക്ലൈമറ്റ് ചേഞ്ച് മൂലമുണ്ടാകുന്നു എന്ന ഒരു പ്രധാന വിഷയം തന്നെയാണ്. സർ, പലതവണ സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ കാലാവസ്ഥാ വ്യതിയാനം, സ്വാഭാവികമായി ആഗോളതാപനം പോലുള്ള വിഷയങ്ങൾ. ഈ കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും തമ്മിൽ നേരിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അത് രണ്ടും ഇൻഡയറക്റ്റായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഈ ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് ഉള്ള കാരണം കൊണ്ട് ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിപ്പോൾ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡിന് മുകളിലോട്ട് ആൾറെഡി എത്തിക്കഴിഞ്ഞു. അപ്പോൾ പാരീസ് അഗ്രിമെൻറ്റിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ അത് 2 ഡിഗ്രി സെൽഷ്യസിന് താഴെ നിർത്തുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇൻ്റർ ഗവൺമെൻറ്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് 1.5 ഡിഗ്രി സെൽഷ്യസിൽ താഴെ നിർത്താനുള്ള ഒരു ശ്രമവും നടത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു റിപ്പോർട്ടും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ 400 ppm CO2 ലെവലിൽ നിർത്തണമായിരുന്നു. അത് കഴിഞ്ഞു പോയി ആൾറെഡി. അപ്പോൾ 1.5 ഡിഗ്രി സെൽഷ്യസ് ഡിഫിക്കൽട്ട്. ഇറ്റ് ഈസ് നോട്ട് അത്ര എളുപ്പമല്ല ഇനി 1.5 ഡിഗ്രി സെൽഷ്യസിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ 2 ഡിഗ്രി സെൽഷ്യസിലോട്ടാണ് പോകുന്നത്. മിക്കവാറും ഉള്ള എഫർട്ട്സ് എല്ലാം 2 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള ഒരു ഇതിലോട്ടാണ് നമ്മൾ എയിം ചെയ്യുന്നത്. അതിന് താഴെ നിർത്താനാണ് ശ്രമിക്കുന്നത്. പല റിപ്പോർട്ടും പറയുന്നത് ബൈ 2050 2 ഡിഗ്രി സെൽഷ്യസ് വരുമെന്നാണ്. പക്ഷേ മറ്റു റിപ്പോർട്ടുകൾ പറയുന്നത് 2035 2040 തന്നെ 2 ഡിഗ്രി സെൽഷ്യസിൽ എത്തും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാലാവസ്ഥ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് കേരളം പോലെയുള്ള ഒരു സ്റ്റേറ്റിന്. ഈ 2 ഡിഗ്രിയിലെത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങൾ, സ്വാഭാവികമായും ഇനണ്ടേഷൻ വരാൻ സാധ്യതയുണ്ട്, അത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. കേരളത്തിലും അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളാണ് 2 ഡിഗ്രിയിലേക്ക് വരുമ്പോൾ, അതായത് 25 വർഷത്തിന് ശേഷം ഈ 2 ഡിഗ്രി താപനില ഉയരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അത് ആൾറെഡി തന്നെ 1 ഡിഗ്രി ഇപ്പോൾ കഴിഞ്ഞപ്പോൾ തന്നെ കുറേ അധികം പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന് പ്രധാനമായിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് എക്സ്ട്രീം വെതർ. ഒരു കുറഞ്ഞ സമയത്ത് വളരെയധികം റെയിൻഫാൾ സംഭവിക്കുമ്പോഴാണ് ഈ ഫ്ലഡിങ്ങും അതുപോലെയുള്ള ഒരു ഇതുണ്ടാകുന്ന ഡാമേജസ്, ഹൈ വിൻസ്, അങ്ങനെയൊക്കെയുള്ള എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ് വരുന്നത് അതുകൊണ്ടാണ്. അത് ആൾറെഡി തന്നെ ഇപ്പോൾ 1.1 to 1.2 ഡിഗ്രി സെൽഷ്യസ് വന്നപ്പോൾ തന്നെ അതിൻ്റെ ഫലങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 ഡിഗ്രി സെൻറ്റിഗ്രേഡിലെത്തിയാൽ അത് കൂടുതൽ ഡിസാസ്ട്രസ് ആയിട്ടുള്ള ഇതിലോട്ട് പോവാം. എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ്, ഡ്രൈ ഹീറ്റ് വേവ് ഇവൻറ്റ്സ്, ഇങ്ങനെയുള്ള ഇതെല്ലാം കൂടുതലായിട്ട് പോവാം. പിന്നെ 2 ഡിഗ്രി സെൽഷ്യസ് വരുമ്പോൾ വേറൊരു പ്രശ്നം, കേരളം പോലെയുള്ള ഒരു കോസ്റ്റൽ സ്റ്റേറ്റ് കണക്കാക്കേണ്ടത് സീ ലെവൽ റൈസാണ്. സീ ലെവൽ വർദ്ധിച്ചു കഴിഞ്ഞാൽ കോസ്റ്റൽ റീജിയൻസ് എല്ലാം കടലിനടിയിലാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ 2 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് നമ്മൾ മാക്സിമം ഒഴിവാക്കണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിന് നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ, മറ്റ് ലാർജ് എമിറ്റേഴ്സ് ഉണ്ട്. ആ എമിറ്റേഴ്സും കൂടി, ഫോർ എക്സാമ്പിൾ മെനി ഡെവലപ്ഡ് കൺട്രീസ് എമിറ്റിംഗ് മച്ച് മോർ ദാൻ ഇന്ത്യ, അവരും കൂടെ വിചാരിച്ചാൽ ഗ്ലോബൽ ലെവലിലുള്ള ഒരിത് എഫർട്ട് ഉണ്ടായാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. കേരളത്തിലെ പ്രത്യേക സാഹചര്യം നോക്കുകയാണെങ്കിൽ മഴയുടെ വിതരണത്തിൽ വലിയൊരു വ്യത്യാസം വന്നിരിക്കുന്നു. വല്ലാത്ത മാറ്റം. ഇപ്പോഴൊക്കെ മഴ പെയ്യേണ്ട സമയത്ത് നല്ല വെയിലാണ്, നല്ല ചൂടുള്ള വെയിലാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കാലാവസ്ഥ മാറാനുള്ളൊരു പശ്ചാത്തലമുണ്ടായത് ഏത് പ്രത്യേകത കൊണ്ടാണ്? അതായത് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ എന്ത് ഘടകമാണ് ഇതിനെ സ്വാധീനിക്കുന്നത്? അത് കേരളത്തിൽ മാത്രമായിട്ട് ഉള്ള ഒരിതല്ല. ഇന്ത്യ പൊതുവെ എടുത്ത് നോക്കിയാൽ പല റീജിയണിലും ഇത് കാണുന്നുണ്ട്. ഒരു മെയിൻ അതെന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ റെയിൻഫാൾ എടുത്ത് നോക്കിയാൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ ഡിസ്ട്രിബ്യൂഷൻ, ഒരുപാട് റെയിൻഫാൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ കുറച്ച് റെയിൻഫാൾ ഉണ്ടായിരുന്നിടത്ത് കൂടുതൽ റെയിൻഫാൾ, അതിനെ നമ്മൾ പറയുന്ന റീജിയണൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻഫാൾ മാറിയിട്ടുണ്ട്. പിന്നെ ഒന്ന് ഓൺസെറ്റ് ഓഫ് മൺസൂണും ഡിലേ ഓഫ് മൺസൂണും. പിന്നെ ഈ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇടയ്ക്ക് വരുന്ന മൺസൂൺ ബ്രേക്ക്, ഇതെല്ലാം ഒരുപാട് മാറിയിട്ടുണ്ട്. അത് ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ റീസൺ കൊണ്ടെന്നാണ്. അത് കേരളത്തിന് മാത്രമായിട്ടുള്ള ഒരു പ്രശ്നമല്ല. ഇന്ത്യയിലെ പല റീജിയനിലും, മോസ്റ്റ് ഓഫ് ദ റീജിയൻ ഇത് എക്സ്പീരിയൻസ് വരുന്നുണ്ട്.
അപ്പോൾ മറ്റൊരു പ്രധാന മനുഷ്യജീവിതത്തിന് വലിയൊരു വെല്ലുവിളിയായി വരുന്നത് കടലിൻ്റെ തീരത്ത് താമസിക്കുന്നവർ വലിയ തോതിൽ ഇറോഷൻ നടക്കുന്നു, കോസ്റ്റൽ ഇറോഷൻ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യമൊക്കെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ തന്നെ ഘടകമല്ലേ? അതെ, സീ ലെവൽ റൈസ് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഇത് എഫക്റ്റ് ആയിട്ടുള്ളതാണ്, ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പാർട്ടാണ്. അത് വരുമ്പോൾ ഉള്ള പ്രധാന പ്രശ്നം രണ്ടാണ്. ഒന്ന് മൈഗ്രേഷൻ. അപ്പോൾ മൈഗ്രേഷൻ വരുമ്പോൾ ഒന്ന് ഫിസിക്കൽ ബൗണ്ടറീസ് അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ബൗണ്ടറീസ് കാരണം ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സീ ലെവൽ റൈസ് വർദ്ധിക്കുകയാണെങ്കിൽ മാൽദീവ്സിലുള്ള പല ഐലൻഡും വെള്ളത്തിനടിയിലാവും. അവർ എങ്ങോട്ട് പോകും? മോസ്റ്റ് ലൈക്ലി ഇന്ത്യയിലോട്ട് വരാം. അപ്പോൾ അങ്ങനെയുള്ള ജോഗ്രഫിക് ബൗണ്ടറി ഉണ്ട്, അവർക്ക് അങ്ങനെ വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊന്ന്. അപ്പോൾ ജോഗ്രഫിക് ബൗണ്ടറീസ് ഉള്ളതുകൊണ്ടും മറ്റ് ഫിസിക്കൽ ബൗണ്ടറീസ് ഉള്ളതുകൊണ്ടും ആളുകൾ മൈഗ്രേറ്റ് ചെയ്യേണ്ടി വന്നാൽ, അഥവാ ഫോഴ്സ്ഡ് മൈഗ്രേഷൻ, അവർ മൈഗ്രേഷൻ ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്യപ്പെട്ടാൽ അത് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു ആസ്പെക്റ്റ് ഞങ്ങൾ സ്റ്റഡി ചെയ്യുന്നത് ഇപ്പം മെൻ്റൽ വെൽനസ്, മെൻ്റൽ സ്ട്രെസ്സ്. അതുകൊണ്ടുള്ള ഒരാൾ അങ്ങോട്ട് വേറൊരു സ്ഥലത്തോട്ട് മാറിയേ പറ്റൂ, അവരുടെ എല്ലാം ഒഴിഞ്ഞ് മറ്റൊരു സ്ഥലത്തോട്ട് പോകണം എന്ന് അവർ നിർബന്ധിതരായാൽ അവരുടെ മെൻ്റൽ സ്റ്റേറ്റ് എങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു സ്റ്റഡി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് ബാംഗ്ലൂരുള്ള ചില മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ചേർന്ന് ചെയ്യുന്നുണ്ട്. ചില രാഷ്ട്രീയ കാര്യങ്ങളുണ്ട്, അതിൽ നേരിട്ട് കമൻറ്റ് ചെയ്യേണ്ട എങ്കിൽ കൂടി ഒരു പുതിയ അമേരിക്കയുടെ നയമൊക്കെ കൂടുതൽ ഫോസിൽ ഓയിലുകൾ പ്രയോജനപ്പെടുത്തുക എന്നതാണ്. അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇനിയത്തെ കാലത്ത് അഭിലഷണീയമാണോ? ഇല്ല, എൻ്റെ സ്വന്തം നിലയിലുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോസിൽ ഫ്യൂവലിൽ നിന്ന് മാറി സഞ്ചരിക്കണമെന്നുള്ളതാണ്. കഴിയുന്നത്ര കുറച്ച് എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങനെ നിർത്താൻ പറ്റില്ല, അത് ഒറ്റയടിക്ക് സ്ലോലി ഫേസ് ഔട്ട് ഫോസിൽ ഫ്യൂവൽ എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇപ്പോഴത്തെ ഈ താങ്കൾ പറഞ്ഞതുപോലെ ഈ ചില ഡെവലപ്ഡ് കൺട്രീസിൻ്റെയൊക്കെ നീക്കം എന്ന് പറഞ്ഞാൽ അത്ര സീരിയസ് ആയിട്ടല്ല എന്നുള്ള, പ്രത്യേകിച്ച് ഇപ്പം താങ്കൾ പറഞ്ഞ ഒരു എക്സാമ്പിൾ, അവർ അങ്ങനെ സീരിയസ് അല്ലാതിരുന്നാൽ ഗ്ലോബൽ വാർമിങ്ങിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഊർജ്ജ ഉപഭോഗം നമ്മൾ വർദ്ധിക്കുന്നൊരു സാഹചര്യത്തിൽ ഊർജ്ജം എവിടെ നിന്ന് കണ്ടെത്തുമെന്നൊരു ചോദ്യം ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്നില്ലേ? റിന്യൂവബിൾ എനർജി സോഴ്സസിലോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ഒരു മാർഗം. മോർ ഇലക്ട്രിക് വെഹിക്കിൾസ്, സോളാർ ആൻഡ് വിൻഡ് നമ്മൾ ശരിക്കും ടാപ്പ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം നമ്മുടെ ഹബ്ബ് ഹൈറ്റ് എന്ന് പറയുന്ന 50 മീറ്ററാണ് ഇപ്പം. അതൊരു 80 മീറ്റർ ആക്കിയാൽ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലുണ്ടാവുമായിരിക്കും. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന വിൻഡ് എനർജി വളരെ കൂടുതലായിരിക്കുമെന്നാണ് ഞങ്ങളുടെ ചില സ്റ്റഡീസ് പറയുന്നത്. പിന്നെ ഒരു പ്രധാന പ്രോബ്ലം എല്ലാ റിന്യൂവബിൾ എനർജി സോഴ്സസിൻ്റെ സ്റ്റോറേജാണ്. സ്റ്റോറേജിന് ബാറ്ററി വേണം. അത് ഒഴിവാക്കിക്കൊണ്ട് ഹൈബ്രിഡ് സോളാർ വിൻഡ് എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് പോകുന്നതാണ് നല്ലത്. കാരണം പകൽ സൺലൈറ്റ് ഉണ്ടാവും, രാത്രി സൺലൈറ്റ് ഇല്ലാത്തപ്പോഴാണ് ബാറ്ററി ആവശ്യമായിട്ട് വരിക. അത് ഒഴിവാക്കിക്കൊണ്ട് രാത്രിയിൽ വിൻഡ്, ഈ കേരളത്തിൽ വിൻഡിന് ഇനഫ് വിൻഡ് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് വെച്ചിട്ട് വിൻഡ് എനർജി രാത്രിയിലും അങ്ങനെ ഒരു ബാലൻസ്ഡ് അപ്രോച്ചാണ് ഏറ്റവും നല്ലത്. പിന്നെ വേറൊരു ഇതുള്ളത് ജിയോ തെർമൽ എനർജി, അത് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യണം. അത് ആഴത്തിൽ കുഴിച്ചിട്ട് അതിൽ നിന്ന് വാട്ടർ പമ്പ് ചെയ്ത് അതിനെ ബോയിൽ ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് അതിനെ വെച്ചിട്ട് എന്തെങ്കിലും ടർബൈൻ കറക്കാൻ പറ്റുമെന്നുള്ള, അങ്ങനെ ജിയോ തെർമൽ എനർജിയുടെ പല പല പോസിബിലിറ്റീസ് ഉണ്ട്. അത് എങ്ങനെയെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും. ഈ വിൻഡ് എനർജിയുടെ സാധ്യത കേരളത്തിലും അതുപോലെ തന്നെ സ്വാഭാവികമായും ഇപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നല്ല കാറ്റൊക്കെ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളുണ്ട്. അത് എത്ര കണ്ട്, അതായത് 80 മീറ്ററിലേക്ക് അതിൻ്റെ ഹബ് ഹൈറ്റ് ഉയർത്തുകയാണെങ്കിൽ എത്ര കണ്ട് അതിനെ അഡ്വാൻസ് ചെയ്യാൻ സാധിക്കും? ഇപ്പോഴത്തെ പ്രൊഡക്ഷനിൽ നിന്ന് എത്ര കൂടുതൽ ഉണ്ടാക്കാൻ സാധിക്കും? സ്വാഭാവികമായൊരു കണക്കല്ല, മോർ ദാൻ ഡബിൾ എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അതിന് എക്സാക്ട് നമ്പർ എൻ്റെ കയ്യിലില്ല, പക്ഷേ മോർ ദാൻ ഡബിൾ കമ്പയർഡ് ടു 50 മീറ്റർ ഹബ് എന്നാണ് എൻ്റെ വിശ്വാസം. അത് സാധ്യമായ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് കേരളത്തിൽ? ഞാൻ അതിനെപ്പറ്റി അങ്ങനെ കേരളത്തിനെ ബേസ് ചെയ്ത് സ്റ്റഡി ചെയ്തിട്ടില്ല. സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് സ്റ്റഡി ചെയ്തിട്ടുള്ളൂ. പക്ഷേ കേരളത്തിൽ അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതൊരു സ്വീകാര്യമായ എനർജി സോഴ്സ് തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. പിന്നെ ഓഷൻ എനർജി നമ്മൾ മുമ്പൊരിക്കൽ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് എത്രമാത്രം സക്സസ്ഫുള്ളായി എന്ന് എനിക്കറിയില്ല. വിഴിഞ്ഞത്തൊരു ഇത് കണ്ടിട്ടുണ്ട്. അതെന്തായി എന്നുള്ളത് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. അത് വേറൊരിതാണ്. ഞങ്ങളുടെ കോസ്റ്റ് ലൈൻ വളരെ കൂടുതലാണ് കേരളത്തിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേറ്റ്സിന് ഓഷൻ വേവ് എനർജിയും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എക്കണോമിക് വയബിലിറ്റി എനിക്കറിയില്ല. അതിൻ്റെ ശരിക്കുള്ള എനിക്ക് സ്റ്റഡി ചെയ്തിട്ടില്ല. ഞാൻ വേറെ ഏതെങ്കിലും സോഴ്സ് ഉണ്ടോ ഇത്തരത്തിൽ? ഇതുവരെ ഈ സോഴ്സസാണ് മെയിനായിട്ട്. കാരണം പെർ യൂണിറ്റ് ചാർജും മാറ്റർ ചെയ്യുമല്ലോ. നമ്മളൊരു അൺറിയലിസ്റ്റിക്കലി ലാർജ് യൂണിറ്റ് ചാർജ് വച്ചാൽ ഉപഭോക്താക്കളും ഉണ്ടാവാൻ വഴിയില്ല. ഈ എനർജി സോഴ്സസാണ് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ടത്.
അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ആഗോള താപനത്തെ തടയുന്നതിനെ റിന്യൂവബിൾ എനർജിയെ ആശ്രയിക്കുക എന്നതാണ് സാധാരണ സാധ്യമായൊരു വഴി. ഒരു പ്രധാനപ്പെട്ട വഴി മിറ്റിഗേഷൻ, എമിഷൻ കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഈ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് UN ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് മീറ്റിംഗ്സിലെല്ലാം പറയും. ഇപ്പം പ്രീവിയസ് മീറ്റിങ്ങിലും അത് തന്നെയാണ് പറഞ്ഞത്. എമിഷൻ റെഡ്യൂസ് ചെയ്യുക, ഒന്ന് റിന്യൂവബിൾ എനർജി സോഴ്സസിൻ്റെ ഉപയോഗം കൂട്ടുക. ഈ രണ്ട് ആസ്പെക്റ്റും ഇതിന് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ എഫക്റ്റിനെ കുറയ്ക്കാൻ സഹായിക്കും. താങ്ക് യു വെരി മച്ച് സാർ. ചെന്നൈയിൽ ചരക്ക് ട്രെയിന് തീപിടിച്ചു. എണ്ണയുമായി പോയ ട്രെയിനാണ് തീപിടിച്ചത്. 5 ബോഗികൾക്ക് തീപിടിച്ചതായാണ് വിവരം. തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. തീയണക്കൽ ദൗത്യം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, എപ്പോഴാണ് അപകടമുണ്ടായത്? ൂരിലാണ് ഡീസലുമായി പോവുകയായിരുന്ന ഗുഡ്സ് ട്രെയിനിന് തീപിടിച്ച് വൻ അപകടമുണ്ടായത്. റെയിൽവേ ഗതാഗതം താറുമാറായിട്ടുണ്ട്. നിലവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് ഇന്ന് പുലർച്ചെ 5:30 തമിഴ്നാട്ടിലെ തിരുവള്ളൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് അപകടം. ട്രെയിനിൽ നിന്നും വലിയ തോതിൽ തീയും പുകയും ഉയർന്നത് പ്രദേശത്താകെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും നാട്ടുകാരടക്കം ആദ്യഘട്ടത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ വലിയ പരിഭ്രാന്തി ആ പ്രദേശത്ത് ഉണ്ടാവുകയും ചെയ്തു. ട്രെയിൻ ഗതാഗതം താറുമാറായി. 10-ലധികം ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഏറെ നേരത്തെ ശ്രമത്തിലൊടുവിലാണ് തീ കൂടുതൽ പടരാതിരിക്കാൻ ശ്രമം വിജയിച്ചത് എന്നുള്ളതാണ് പ്രധാനം. ട്രെയിനിൽ തീ ആളിപ്പടരാതിരിക്കാനും പൊട്ടിത്തെറിക്കാതിരിക്കാനും വേണ്ട ശ്രമങ്ങൾ ആദ്യം തന്നെ ഫയർഫോഴ്സ് സ്വീകരിച്ചിരുന്നു. ഈ ഡീസൽ ഇന്ധനം ആണ് ഈ ട്രെയിനിൽ ഉപയോഗിച്ചിരുന്നത് എന്നതിനാൽ വലിയ അപകടം ആയി മാറുകയായിരുന്നു. സംഭവം വലിയ അപകടത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ട്രെയിനിൽ തീ തൽക്കാലം നിയന്ത്രണ വിധേയമാണ്. ആർക്കും പരിക്കില്ല, ആർക്കും കാര്യമായ അപകടം സംഭവിച്ചിട്ടുമില്ല. എന്തായാലും പ്രദേശത്ത് ഫയർഫോഴ്സ് യൂണിറ്റുകൾ തമ്പടിച്ചിട്ടുണ്ട്. തീ പടരാതിരിക്കാനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാനുമുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് കാലവർഷം കനക്കുകയാണ്. 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കേരള തീരത്ത് മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ബുധനാഴ്ച രാത്രി വരെ തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, കാലവർഷം കനക്കുകയാണ്. ഒരുപക്ഷെ ഈ മഴ കനക്കുന്ന പശ്ചാത്തലത്തിൽ അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, മുൻപ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ പോലും കനത്ത നാശനഷ്ടങ്ങളാണ് വിവിധ ജില്ലകളിൽ തന്നെ ഉണ്ടായത്. അതൊക്കെ കണക്കിലെടുത്ത് മഴക്കെടുതികൾ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ തയ്യാറായിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. നിലവിൽ വടക്കൻ കേരളത്തിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. 7 ജില്ലകൾക്ക് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 7 ജില്ലകൾക്കാണ് നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴ വരും മണിക്കൂറുകളിലും മഴ ശക്തമാകുമെന്നൊരു മുന്നറിയിപ്പും ഉണ്ട്. അതോടൊപ്പം തന്നെയാണ് മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതകളും ഉണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. ഈ കാലവർഷം ശക്തിപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ നേരത്തെ തന്നെ കാലാവസ്ഥ ഈ വർഷം സംസ്ഥാനത്ത് എത്തിയിരുന്നു. തുടർന്ന് ഒരാഴ്ച മഴ പെയ്യുകയും തുടർന്ന് മഴ ഇല്ലാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും വീണ്ടും അടുത്ത ഒരാഴ്ച പിന്നിട്ട ശേഷം വീണ്ടും തുടർച്ചയായി മഴ ലഭിക്കുകയും ചെയ്യുന്ന അങ്ങനെയാണ് നിലവിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. വീണ്ടും ഇപ്പോഴത്തെ ഒരു അലർട്ട് വെച്ച് നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ വീണ്ടും മഴ ശക്തി പ്രാപിക്കുമെന്ന് തന്നെയാണ് ഈ മഴ മുന്നറിയിപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. നിലവിൽ മഴ ശക്തമായി പെയ്യുന്നത് വടക്കൻ കേരളത്തിന്റെ മേഖലയാണ്, മലബാർ മേഖലകളിലേക്കാണ്. എറണാകുളത്തിന് വടക്കോട്ടുള്ള മേഖലകളിലാണ് ശക്തമായ മഴ പെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തെക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ അത്ര ശക്തമായ മഴ ലഭിക്കുന്നുമില്ല. എന്നാൽ ഇടവിട്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ലഭിക്കുന്നുണ്ട്. മലയോര മേഖലകളിലൊക്കെ, തെക്കൻ കേരളത്തിന്റെ മലയോര മേഖലയിലൊക്കെ മഴ ലഭിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ശക്തമായ കാറ്റ് ഉണ്ടായിരുന്നു. കൊല്ലം, തിരുവനന്തപുരം മേഖലയിലെല്ലാം ശക്തമായ രീതിയിൽ കാറ്റ് വീശിയിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വിഷ്ണു. ശരി, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. സെക്രട്ടേറിയറ്റ് വളപ്പിൽ സുരക്ഷാ ജീവനക്കാരിക്ക് പാമ്പ് കടിയേറ്റു. ഇന്നലെ രാത്രിയിൽ ഡ്യൂട്ടിയിൽ ഉദ്യോഗസ്ഥയ്ക്കാണ് പാമ്പ് കടിയേറ്റത്. ആശാ സമരപ്പന്തലിന് പുറകിൽ സുരക്ഷാ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്താണ് സംഭവമുണ്ടാകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, എന്താണ് നിലവിലെ സാഹചര്യം?
ഇന്നലെ രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥയ്ക്കാണ് പാമ്പ് കടിയേറ്റത്. ഈ സെക്രട്ടേറിയറ്റിന് വളപ്പിനുള്ളിൽ വെച്ചായിരുന്നു പാമ്പ് കടിക്കുന്നത്. ആശാ സമരപ്പന്തലിന് പുറകിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന ഉദ്യോഗസ്ഥ രാത്രി റോന്ത് ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ ചെടികൾക്കുള്ളിൽ നിന്നും പാമ്പ് കടിയേറ്റതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഈ പാമ്പ് കടിയേറ്റ് കുറച്ച് സമയങ്ങൾക്കകം തന്നെ ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. നിലവിൽ ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ കുറച്ച് നാളുകളിലായിട്ട് സെക്രട്ടേറിയറ്റിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കാര്യമാണ് ഇത്തരത്തിൽ പാമ്പിന്റെ സാന്നിധ്യം. പൊതുമരാമത്ത് വകുപ്പിനും ധനവകുപ്പിന്റെ സമീപത്തും അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനമായിട്ട് കൃഷി വകുപ്പിന്റെ ഓഫീസിലെ ഫയലുകൾക്കിടയിൽ നിന്നും പാമ്പിനെ കിട്ടിയ സംഭവം അടുത്തല്ലാതെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ സെക്രട്ടേറിയറ്റിനുള്ളിൽ ഇത്തരത്തിലുള്ള വിഷപ്പാമ്പുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇത്തരത്തിൽ വിഷപ്പാമ്പുകളുടെ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വലിയ രീതിയിൽ കൂടുന്നുണ്ട്. അവസാനമായിട്ട് ഇപ്പോൾ ഒരു സുരക്ഷാ ജീവനക്കാരിയെയും പാമ്പ് കടിച്ചിട്ടുണ്ട്. ഈ വിഷയം ഗൗരവമായി തന്നെ സെക്രട്ടേറിയറ്റിനുള്ളിൽ അത് ഗൗരവമായി തന്നെ എടുക്കേണ്ട സാഹചര്യമാണ്. കാരണം ഈ തുടർച്ചയായി പാമ്പുകളുടെ സാന്നിധ്യം കണ്ടെത്തുകയും ഇപ്പോൾ സുരക്ഷാ ജീവനക്കാരെയും പാമ്പ് കൊത്തുകയും ചെയ്യുന്ന സംഭവം റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഏറ്റവും ഗുരുതരമായ സംഭവമാണ്. എന്തായാലും ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയെ തുടരുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആശാ സമരപ്പന്തലിന് പുറകിൽ വെച്ചായിരുന്നു സംഭവം. സമാനമായ രീതിയിൽ സിവിൽ പോലീസ് ഓഫീസർമാരുടെ സമരം നടക്കുന്ന സമയത്തും ഇത്തരത്തിൽ സുരക്ഷാ ജീവനക്കാർ പാമ്പ് കണ്ടിട്ടുള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിഷ്ണു. ശരി, ടിൻഡുദാസാണ് വിവരങ്ങൾ നൽകിയത്. തടിപ്പണി ചെയ്തും ഹെവി വാഹനങ്ങൾ ഓടിച്ചും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു പെൺകുട്ടിയുടെ കഥയിലേക്കാണ് ഇനി. ഇടുക്കിക്കാർ ഇന്ന് അവൾക്ക് ഒരു ഓമന പേര് കൂടി നൽകിയിട്ടുണ്ട്, സൂപ്പർ ശരണ്യ. നെടുങ്കണ്ടം സ്വദേശിനിയായ സൂപ്പർ ശരണ്യയുടെ വിശേഷങ്ങൾ കണ്ടുവരാം. ഇതാണ് ഇടുക്കിക്കാരുടെ സൂപ്പർ ശരണ്യ. തൂക്കുപാലം ജവഹർലാൽ നെഹ്റു കോളേജിലെ 3ാം വർഷ BBA വിദ്യാർത്ഥിനിയാണ് ശരണ്യ. അവധി ദിവസങ്ങളും ഒഴിവ് സമയങ്ങളും ശരണ്യ പഠിച്ചു തീർക്കുന്നതാകട്ടെ തടിപ്പണിയും ഹൈറേഞ്ചിലെ ദുർഘട വഴികളും. പതിനെട്ടാം വയസ്സിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കിയ ശരണ്യ പിക്കപ്പ് വാനുകളും ലോറിയും ഓടിക്കാത്ത ഹൈറേഞ്ചിലെ റോഡുകൾ വിരളമാണ്. തടി വ്യാപാരിയും ഡ്രൈവറുമായ പിതാവ് മുത്തുവാണ് ശരണ്യയുടെ പ്രചോദനം. മെയിനായിട്ട് അച്ചാച്ചി ഈ ഒരു ഫീൽഡായിരുന്നു. അച്ചാച്ചി വണ്ടിയെല്ലാം ഓടിക്കുന്ന ആളാണ്. പിന്നെ പറമ്പിപ്പണി ഇതെല്ലാം ഈ ഒരു ഫീൽഡ് കണ്ടു വളർന്നുകൊണ്ടാവാം എനിക്കിതൊക്കെ പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്, പണ്ട് തൊട്ടേ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ബ്രദറും അങ്ങനെ തന്നെയാണ്, ഹസ്ബൻഡും സെയിം വൈബ് തന്നെയാണ്. അതുകൊണ്ട് ഇഷ്ടമാണ് അങ്ങനെയുള്ള വർക്കൊക്കെ. ഈ ടിപ്പർ, പിക്കപ്പ്, പിന്നെ ബസ് ഓടിക്കും, പിന്നെ ഓട്ടോ, ബൈക്ക്, ഇങ്ങനെയുള്ള എല്ലാ വണ്ടിയും ഓടിക്കും. ഉണ്ടായിരുന്നുണ്ട്. ജോലിക്ക് പോകുമ്പോൾ ആദ്യമൊന്നും വീഡിയോ എടുത്തിരുന്നില്ല. പിന്നീട് പല സ്ഥലങ്ങളിൽ നിന്നും കളിയാക്കലുകളും നിരുത്സാഹപ്പെടുത്തലുമൊക്കെ ഉണ്ടായി തുടങ്ങിയതോടെയാണ് നവമാധ്യമങ്ങളിൽ റീൽസ് ഇട്ട് തുടങ്ങിയത്. പിന്നെ വേറൊരു ഫീൽഡിൽ ഇതുപോലെ തന്നെ ഫുഡ് വാങ്ങാൻ പോയപ്പം ഞങ്ങൾ ബുള്ളറ്റും കൊണ്ടാണ് പോയത്. ബുള്ളറ്റിൽ പോയപ്പോൾ അതുപോലെ തന്നെ ഒരു അവസരം, അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഒരു കൊച്ചു എൻ്റെ സെയിം ഏജ് ഉള്ളൊരു കുട്ടി എന്നെ നോക്കിയിട്ട് ഇങ്ങനെ കളിയാക്കുന്നതായിട്ട് എനിക്ക് തോന്നി. എൻ്റെ കാലിലെ ചെരുപ്പൊക്കെ ഭയങ്കര ചെളിയൊക്കെ ആയിരുന്നു. അപ്പോൾ അവളുടെ കാലിന് ഈ പോളിഷൊക്കെ അടിച്ചിട്ടേക്കുന്നു, എൻ്റെ കാലിൽ ചള്ളയാണ്. അതും എനിക്കൊരു സങ്കടമായിപ്പോയി. അപ്പോൾ ഞാൻ ഓർത്ത് ഇതിലെന്തോ നാണക്കേടായിരിക്കുന്നത്, അങ്ങ് പബ്ലിക് ആക്കിയേക്കാന്ന് കരുതി അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങുന്നത്. ആദ്യമൊക്കെ എനിക്ക് നാട്ടുകാരാണെങ്കിലും സ്വന്തം വീട്ടുകാരാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും എല്ലാവരും എതിർപ്പായിരുന്നു. വലിയ നല്ല കമൻസ് ഒന്നും അല്ലായിരുന്നു. അവരൊക്കെ ഒരു താല്പര്യക്കുറവ് പോലെയായിരുന്നു. ഇനിയിപ്പോൾ വൈറലായപ്പം എനിക്ക് എല്ലാവരും എന്നെ ഏറ്റെടുത്തുന്നുള്ളതാണ്. നെഗറ്റീവ് പറഞ്ഞവർ തന്നെ ഇപ്പോൾ പോസിറ്റീവ് പറഞ്ഞു തുടങ്ങി. വാഹനങ്ങളെയും തടിപ്പണിയെയും പ്രണയിച്ച ശരണ്യയ്ക്ക് ജീവിത പങ്കാളിയായി ലഭിച്ചതും ശരണ്യയുടെ ആഗ്രഹങ്ങൾക്ക് ഒപ്പം നിൽക്കുന്നയാളെ. ഭർത്താവ് സൂര്യയുടെയും കുടുംബത്തിന്റെയും അകമഴിഞ്ഞ പിന്തുണയാണ് ശരണ്യയെ മുന്നോട്ട് നയിക്കുന്നത്. ഇപ്പം നമ്മുടെ കൂടുതൽ തന്നെ ഉള്ളതുകൊണ്ട് നമുക്കൊരു സന്തോഷമാണ്.
പിന്നെ അവളുടെ ഇഷ്ടം എന്നാണോ അതുപോലെ അവൾ ചെയ്യട്ടെ എന്നാണ് നമ്മളൊന്ന് വിചാരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇന്നത് ചെയ്യേണ്ട ഇന്നത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഇതൊന്നുമില്ല നമുക്ക്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാതെ ഇങ്ങനെ അങ്ങ് പോകുന്നു. അവർക്ക് പ്രശ്നമില്ല, വീട്ടിൽ നമുക്കും കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ വണ്ടിയാണേലും എല്ലാം ഓടിക്കാൻ കൊച്ചിലെ തൊട്ടേ ഇഷ്ടമാണ്. അച്ഛൻ പഠിപ്പിച്ചായിരുന്നു ചെറുപ്പത്തിൽ, എന്നെയും പഠിപ്പിച്ച. ഒന്നിനും മാറ്റി നിർത്തിയിട്ടില്ല, എല്ലാം ചെയ്തോളാൻ പറഞ്ഞ് എല്ലാത്തിനും ഒരു സപ്പോർട്ട് കൊടുക്കും. നമുക്കും എനിക്കും നമ്മളും സപ്പോർട്ട് തന്നെയാണ്, വിഷയമൊന്നുമില്ല, എല്ലാത്തിനും ഓക്കെയാ. കഴിഞ്ഞ ദിവസം തടി കയറ്റുന്നതിനിടെ ഉണ്ടായ അപകടത്തിൽ ശരണ്യയുടെ കാലിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇനി ഏതാനും ആഴ്ചകൾ ശരണ്യയ്ക്ക് വിശ്രമത്തിന്റെ നാളുകളാണ്. ശേഷം വേണം ട്രെയിലർ ലൈസൻസ് എടുക്കാൻ. ബിരുദ പഠനത്തിന് ശേഷം ബിരുദാനന്തര ബിരുദം നേടണമെന്നും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കണമെന്നുമുള്ളതാണ് ശരണ്യയുടെ ആഗ്രഹം. ജനം, ഇടുക്കി. വാർത്തകളിലേക്ക്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വരവോടെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ആരംഭിച്ച് BJP. പുതിയ സംസ്ഥാന ഭാരവാഹികൾ കൂടി ചുമതല ഏറ്റെടുക്കുന്നതോടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കും. വാർഡ് തല സമിതികൾ ശക്തിപ്പെടുത്തി തെരഞ്ഞെടുപ്പിന് ഒരുക്കങ്ങൾ തുടരുകയാണ് ഇപ്പോൾ BJP. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേർന്നുണ്ട്. പ്രജിത്ത്, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വരവ് അതൊരു ഉത്തേജനം തന്നെയാണ് BJP പ്രവർത്തകരിൽ നൽകിയത്. ഒപ്പം തന്നെ ഇനിയുള്ള അടുത്ത ഘട്ടം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് തന്നെയാണ്. ഒരുപക്ഷെ അത് കൂടുതൽ ആവേശകരമായി മാറുകയല്ലേ? വിഷ്ണു, അങ്ങനെ തന്നെയാണ്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. വാർഡ് തല വികസന സമിതികളുടെ ചുമതലപ്പെട്ട ആളുകളെ വിളിച്ച് തിരുവനന്തപുരത്ത് ഇത്തരത്തിൽ യോഗം നടത്തിക്കുന്നതും അതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തുന്നതും അതും പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശമായി തീർന്നിട്ടുണ്ട്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളിലേക്കാണ് BJP കടക്കുന്നത്. പ്രത്യേകിച്ച് ഈ പറയുന്ന രീതിയിൽ വാർഡ് തല സമിതികളുടെ അംഗങ്ങളുടെ യോഗങ്ങൾ വിളിച്ച് അല്ലെങ്കിൽ ആ ഒരു യോഗം ചേർന്നതിന് പിന്നാലെ ഇപ്പോഴിതാ അതിന് മുന്നോടിയായി തന്നെ BJPയുടെ പുതിയ സംസ്ഥാന നേതൃത്വവും ചുമതലയേറ്റിരുന്നു. ഇനി ഓരോരുത്തരായി ചുമതല ഏറ്റെടുത്ത് അവരുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി തുടങ്ങുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ ആ പ്രവർത്തനത്തിലേക്ക് BJP കഴിഞ്ഞ ദിവസത്തെ അമിത്ഷായുടെ സന്ദർശനത്തോടെ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും പറഞ്ഞത് അതുതന്നെയാണ്. ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് അധ്വാനിക്കാനുള്ളതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടങ്ങൾ കൊയ്യുക എന്നുള്ളത് മാത്രമാണ് BJP ഇനി മുന്നിൽ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ BJP ഇനി ആഗ്രഹിക്കുന്ന കാര്യം. അതിൽ അമിത്ഷായുടെ പ്രഖ്യാപനങ്ങളും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കാരണം 21,000-ലധികം സീറ്റുകളിൽ മത്സരിക്കുക, 25% വോട്ട് ഷെയർ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിടിക്കുക എന്നുള്ളൊരു നിർണായകമായിട്ടുള്ള സന്ദേശവും അദ്ദേഹം നൽകിയിട്ടുണ്ട്. അത് BJP പ്രവർത്തകർക്ക് വലിയ ആവേശത്തോടു കൂടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് നിലവിൽ ഭരിക്കുന്ന കോർപ്പറേഷനുകൾ അല്ലെങ്കിൽ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ എന്നിവയിൽ ഭരണം നിലനിർത്തുക, പുതിയ സ്ഥലങ്ങളിൽ അത് ജയിക്കുക തുടങ്ങിയിട്ടുള്ള ലക്ഷ്യങ്ങളുമായിട്ടാണ് BJP മുന്നോട്ട് പോകുന്നത്. ഇനി അതിൽ ബൂത്ത് വാർഡ് തല പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കും. വികസന രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിലും BJP കൂടുതൽ സജീവമാകുക എന്നുള്ള സൂചനകളും കഴിഞ്ഞ ദിവസത്തെ അമിത്ഷായുടെയും രാജീവ് ചന്ദ്രശേഖറിൻ്റെയും ഒക്കെ പ്രഖ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഈ പറയുന്ന രീതിയിൽ വികസിത കേരളം എന്നുള്ള ലക്ഷ്യവുമായി BJP മുന്നോട്ട് പോകുന്നു. അതിന് പ്രാദേശിക തലം മുതൽ സംസ്ഥാന തലത്തിൽ വരെ അല്ലെങ്കിൽ നിയമസഭാ തലം വരെയായാലും ശരി അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുക BJPക്ക് മാത്രമെന്ന് ഉറപ്പിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു അവകാശവാദം, ഒരു ക്ലെയിം മുന്നോട്ട് വെക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം BJP നേതൃത്വവും അമിത്ഷായും എല്ലാം ആ വേദിയിൽ സംസാരിച്ചത്. വലിയ ആവേശം തന്നെ ആ പ്രോഗ്രാമിന് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 4 ജില്ലകളിലെ പ്രവർത്തകർ ഒരുപോലെ എത്തുന്നു. 25,000-ലധികം പ്രവർത്തകർ അങ്ങനെ ചുമതലപ്പെട്ട വാർഡ് തലത്തിൽ നിന്ന് ഈ പറയുന്ന വികസന കേരള സമിതിയുടെ ചുമതലപ്പെട്ട ആളുകൾ മാത്രം എത്തുന്നു. മറ്റ് നേതാക്കന്മാരും പ്രവർത്തകരുമായ 58,000-ലധികം പേർ ആ പുത്തരിക്കണ്ടത്തെ വേദിയിൽ മാത്രം ഉണ്ടാകുന്നു. 1.5 ലക്ഷത്തോളം പേർ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വെർച്വലായി ഈ സമ്മേളനത്തിൻ്റെ ഭാഗമാകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അങ്ങനെ വളരെ സജീവമായ ഒരു സംഘടനാ മൂവ്മെൻറ്റ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സൃഷ്ടിക്കാൻ BJPക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. വളരെ എവിഡൻ്റാണത്. അത് കഴിഞ്ഞ ദിവസം തടിച്ചുകൂടിയ ആളുകളുടെ എണ്ണമൊക്കെ അമിത്ഷാ സൂചിപ്പിച്ച് അത് കൃത്യമായി പറയുകയും ചെയ്യുന്നു. അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം എന്നുള്ളത് 3 തലത്തിലുള്ള കാര്യങ്ങൾ അത് കൃത്യമായി നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണ്. കാരണം അഴിമതിരഹിതമായിട്ടുള്ള BJPയുടെ കൃത്യമായ നിലപാടുകൾ, വികസന പ്രവർത്തനങ്ങൾ, BJP കേരളത്തിലെത്തിച്ച വികസന പ്രവർത്തനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ സഹായങ്ങൾ, ഇവയൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരിക്കും ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ പുതിയ സംസ്ഥാന സമിതിയും സംസ്ഥാന നേതൃത്വവും സജീവമായി തുടങ്ങിയതോടെ വാർഡ് തലങ്ങളിൽ ഇതിനൊരു പുതിയ ഉണർവ് വന്നിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ബൂത്ത് തല വാർഡ് തല പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കി കൂടുതൽ ആസൂത്രണത്തോടെ മെച്ചപ്പെട്ട
പ്രവർത്തന പദ്ധതിയുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് BJP കണക്ക് കൂട്ടുന്നത്. അതിനായി സംസ്ഥാന തലത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഏകോപനം ഉണ്ടാകും. ഇനി അമിത്ഷായുടെ ഒരു സന്ദർശനത്തിനുള്ള സാധ്യത കൂടി തെളിയുന്നുണ്ട്. മിക്കവാറും ഓഗസ്റ്റ് മാസത്തിൽ ഈ റവന്യൂ ജില്ലാതല പ്രവർത്തകരുടെ ഒരു സംഗമവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ BJP നേതൃത്വത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്ന രീതിയിൽ 25% വോട്ട് ഷെയർ എന്ന രീതിയിലേക്ക് BJPയുടെ സംഘടനാ സംവിധാനം വളർത്തിയെടുക്കുക, അതിൽ നിന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു വലിയ കുതിച്ചുചാട്ടത്തിനുള്ള തയ്യാറെടുപ്പുകളും ആരംഭിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ BJP മുന്നോട്ട് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ BJP സ്വീകരിക്കുന്ന രാഷ്ട്രീയ തന്ത്രം എന്നുള്ളത്. അത് തദ്ദേശത്തിൽ നേട്ടമുണ്ടാക്കി അത് നിയമസഭയിലേക്കും വ്യാപിപ്പിക്കുക. കേരളത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള വികസന മാറ്റം കൊണ്ടുവരണമെങ്കിൽ അത് BJPക്ക് മാത്രമാണ് കഴിയുക എന്നുള്ളത് രാജ്യത്തിൻ്റെ മറ്റു പലയിടങ്ങളിലുമുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുക, അതൊരു ചർച്ചയാക്കി മാറ്റിയെടുക്കുക, വികസനം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൂടുതൽ ചർച്ചയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്ന വിഷയങ്ങളാവില്ല ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുക എന്നുള്ളൊരു രീതിയിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ വികസനം ചർച്ചയാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളൊരു നിലപാടിൽ അല്ലെങ്കിൽ അത്തരമൊരു രാഷ്ട്രീയ തന്ത്രം കൂടിയാണ് BJP സ്വീകരിക്കാൻ പോകുന്നത്. വിഷ്ണു. ശരി, പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്. CPM നേതാവ് PK ശശിയെ പാർട്ടിയിലേക്ക് എത്തിക്കാനുള്ള കോൺഗ്രസിന്റെ ചരടുവലി തുടരുന്നു. ശശിയെ പാർട്ടിയിൽ എത്തിക്കുന്നത് തെരഞ്ഞെടുപ്പുകളിൽ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. അതിനിടെ ശശിയെ പാർട്ടിയിൽ എത്തിക്കുന്നത് തടഞ്ഞ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി രംഗത്തെത്തി. സ്ത്രീകളെ അപമാനിച്ചവർക്ക് ഒളിക്കാനുള്ള ഒളിത്താവളമല്ല കോൺഗ്രസ് എന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽഖിഫർ പറയുന്നുണ്ട്. PK ശശിയെ ക്ഷണിച്ചെങ്കിൽ ദൗർഭാഗ്യകരമാണെന്നും ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാരന് അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നുമാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേർന്നുണ്ട്. ദിസ്ന, എന്തായാലും PK ശശിയുമായി ബന്ധപ്പെട്ടുള്ള കോൺഗ്രസിന്റെ നീക്കത്തിൽ അത് രണ്ട് അഭിപ്രായങ്ങളിലേക്ക് വഴിതെളിക്കുകയാണ്. ഒരുപക്ഷെ അതൊരു ചേരിപ്പോരിലേക്ക് വഴി വെക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്, അല്ലേ? സൂചിപ്പിച്ചതുപോലെ PK ശശി കോൺഗ്രസിലേക്ക് വരുമോ എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചോദ്യം ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽഖിഫർ ഇത്തരത്തിലൊരു FB പോസ്റ്റ് ഇട്ടത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയുന്നത് സ്ത്രീകളെ അപമാനിച്ചവർക്ക് ഒളിക്കാനുള്ള സ്ഥലമല്ല, ഒളിത്താവളമല്ല കോൺഗ്രസ് എന്നത് തന്നെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ആദ്യമുള്ളത്. പിന്നീട് പറയുന്നു, അത്തരത്തിലൊരു ക്ഷണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ഈ ആത്മാഭിമാനമുള്ള കോൺഗ്രസുകാർക്ക് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല തുടങ്ങിയ പരാമർശവുമായാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ PK ശശിയെ പോലെ സ്ത്രീധന പീഡന ആരോപണം നേരിടുന്ന ആളുകൾക്ക് പരവതാരി വിരിക്കാൻ കോൺഗ്രസ് തയ്യാറാകരുത് എന്നൊരു കാര്യം കൂടി ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് വന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനമാണ് ഈ കോൺഗ്രസിലേക്ക് PK ശശി വരുന്നുണ്ടെങ്കിൽ അതിനെ യൂത്ത് കോൺഗ്രസ് വലിയ രീതിയിൽ വിമർശിക്കുന്നു, അല്ലെങ്കിൽ അതിനെ എതിർക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനെ സംബന്ധിച്ചിടത്തുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. യൂത്ത് കോൺഗ്രസിലേക്ക് ശശി വരുന്നുണ്ടോ എന്നത് ഉൾപ്പെടെ നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും യൂത്ത് കോൺഗ്രസ് വലിയൊരു വിമർശനവുമായി രംഗത്തെത്തി കഴിഞ്ഞു. സംസ്ഥാന ഭാരവാഹി തന്നെ ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് കോൺഗ്രസിനെ വെട്ടിലാക്കി കഴിഞ്ഞിരിക്കുന്നു. വിഷ്ണു. ശരി, ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ബാലഗോകുലം ദക്ഷിണ കേരളം 50ാമത് വാർഷിക സമ്മേളനത്തിന് ഇന്ന് കൊടിയിറങ്ങും. സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന പൊതുസഭ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രീയ സ്വയംസേവക സംഘം പ്രാന്തീയ കാര്യകർത്താക്കളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. 3 ദിവസമായി നീണ്ടുനിന്ന ബാലഗോകുലം ദക്ഷിണ കേരള 50ാം വാർഷിക സമ്മേളനത്തിന് ഇന്ന് കൊടിയിറങ്ങും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലെ 117 താലൂക്കുകളിൽ നിന്നായി 1000-ൽ പരം പ്രതിനിധികളാണ് സമ്മേളനത്തിലുടനീളം പങ്കെടുത്തത്. സമാപന സമ്മേളനത്തിന്റെ ഭാഗമായ പൊതുസഭ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രീയ സ്വയം സേവക സംഘം, പ്രാന്തീയ കാര്യകർത്താക്കൾ, സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും. ബാലസഭ, പ്രദർശിനി, കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാ സാംസ്കാരിക പരിപാടികളോടെയാണ് സമ്മേളനം അവസാനിക്കുന്നത്. ജനം, തിരുവനന്തപുരം. Mm-hmm.